പ്രസിദ്ധീകരിക്കുന്ന ഡി രാജീവിന്റെ ഇന്ത്യയുടെ വീടുകളിൽ എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യയുടെ വീടുകൾ ഏകദേശം 1960 പേജുള്ള ഒരു ഗ്രന്ഥമാണ്. പുതിയ രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി ഇന്ത്യയുടെ വീണ്ടെടുക്കൽ എങ്ങനെയായിരിക്കണം എന്ന് വിശദീകരിക്കുകയാണ് ഈ ലേഖനങ്ങളിലൂടെ വിരാജനം ചെയ്യുന്നത്. അധികാര രാഷ്ട്രീയത്തിന്റെ ഒരു തലം വിട്ടുകൊണ്ട് ജനങ്ങളുടെ അധികാരം എങ്ങനെ രൂപപ്പെടുന്നുവെന്നും അത് ഇന്ത്യയെ മാറ്റി നിർത്തുന്നതിന് എങ്ങനെയെല്ലാം സഹായകമാകുമെന്നും വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. അത് മാർക്സിലൂടെയും ഗാന്ധിയിലൂടെയും അംബേദ്കറിലൂടെയും എല്ലാം കടന്നു വരുന്ന ഒരു ചിന്താധാരയായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഇത്തരമൊരു ധാരാളം ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടേണ്ടതാണ് എന്ന് തോന്നുന്നു. അതിനുള്ള സാധ്യതകൾ തുറക്കുന്ന ഒരു പുസ്തകമാണ് ഇത്. ഈ ചടങ്ങിനായി എത്തിച്ചേർന്നിട്ടുള്ള ആളുകളെ പരിചയപ്പെടുത്തുന്നത് പൂജാ സാർ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും സ്വാഗതം പറഞ്ഞു. പൂജയെ ആദ്യമായിട്ട് പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് കടക്കുകയാണ്. പുസ്തക പ്രകാശനം നടത്തുന്നതിനായി ഈ സനിലിനെ ഡോക്ടർ ബി സനിൽ IIT ഡൽഹിയിലെ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസസ് വിഭാഗത്തിൽ പ്രൊഫസർ ഓഫ് ഫിലോസഫിയാണ്. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരമുള്ള ഒരു ചിന്തകനാണ് ഡോക്ടർ സനിൽ. ഈസ് ആൻ ഇന്റർനാഷണൽ സ്കോളർ വിത്ത് ചാൾസ് ഫോർഡേഴ്സ് ഫെലോഷിപ്പ് ഫ്രം യൂണിവേഴ്സിറ്റി ഓഫ് ലിവർപൂൾ, UK, and a former research associate, former associate director of research at the Maison des Sciences de Rome. തത്വശാസ്ത്രപരമായ വിഷയങ്ങളിലും എസ്തെറ്റിക്സ്, ടെക്നോളജി, സിനിമ മേഖലകളിലും സനലിന്റെ സംഭാവനകൾ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ കൊലയുടെ കോറിയോഗ്രഫി എന്ന പുസ്തകം ഈ സദസ്സിലെ പലർക്കും പരിചിതമായിരിക്കും. I invite to release the book. പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി ഞാൻ ഡോക്ടർ കവിത ബാലകൃഷ്ണനെ ക്ഷണിക്കുന്നു. ഡോക്ടർ കവിത മലയാളത്തിലെ അറിയപ്പെടുന്ന ചിത്രകാരിയും കവിയും കലാനിരൂപകയുമാണ്. കേരളത്തിലെ ചിത്രകലയെക്കുറിച്ചും കണ്ടംപററി ആർട്ടിനെ കുറിച്ചും ആഴത്തിൽ പഠിക്കുകയും എഴുതുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കവിത. ഇപ്പോൾ തൃശൂർ ഗവൺമെന്റ് കോളേജ് ഓഫ് ഫൈനാൻസിൽ കലാചരിത്രത്തിൽ ലെക്ചറായി പഠിക്കുന്നു. I invite you, Kavita, to see the book from Sir.
സാറുമായിട്ട് ഏതാണ്ട് 40 വർഷത്തിലധികം ഉള്ളവരടുപ്പം വ്യക്തിപരമായിട്ടുണ്ട്. 80കളിലൂടെ പഠിക്കാൻ എത്തുന്ന കാലത്തുള്ള നേരിട്ട് ക്ലാസ് റൂമിൽ വിദ്യാർത്ഥിയായിട്ട് ഇരുന്നിട്ടില്ലെങ്കിലും ഒരുപക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൽ നിന്നാണ്. ഒരുപക്ഷെ എൻ്റെ വായനയുടെയും എഴുത്തിൻ്റെയും ഒക്കെ വലിയൊരു സ്വാധീനമാണെങ്കിൽ അതിനകത്ത് നയിച്ചിട്ടുള്ള ആളുമാണ് അദ്ദേഹം എന്നുള്ളത് പറയാൻ എനിക്ക് കഴിയില്ല. ഞാൻ ദീർഘമായിട്ട് വളരെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾ പറഞ്ഞാൽ അത് വളരെ നീണ്ടുപോകും എന്നുള്ളത് അതിലേക്ക് കടക്കുന്നില്ല. എങ്കിലും 1-2 കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 80കളുടെ ആദ്യം സാറുമായിട്ട് സംസാരം തുടങ്ങുന്ന കാലം, വർത്തമാനങ്ങൾ തുടങ്ങുന്ന കാലം, അന്ന് ഒരുപക്ഷെ എൻ്റെ സുഹൃത്തായ ഉദയകുമാർ ഇവിടെ വരേണ്ടതാണ്. ഇതിൻ്റെ അവതാരികയോ പുസ്തകം ഇറങ്ങുന്നത് അദ്ദേഹം കൂടി ഒന്നിച്ച് സാറുമായിട്ടുള്ള സംഭാഷണങ്ങൾ, സാറുമായിട്ടുള്ള വർത്തമാനങ്ങൾ നടന്നൊരു കാലമാണ്. അന്ന് സാറ് വളരെ ദീർഘമായിട്ട് സംസാരിക്കുകയും സാറിന്റെ സംസാരത്തിന്റെ രീതിയെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ എഴുത്തിൽ അതൊരു വലിയ നിർണായക ഘടകമാണ് എന്നുള്ളത്. അന്ന് മുതൽ തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, സാർ ആരുടെ ചിന്താ പദ്ധതികളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴും വളരെ പ്രാചീനകാലം മുതലുള്ള പാശ്ചാത്യ ചിന്തകന്മാരെ കുറിച്ചും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ കേവലമായിട്ടുള്ളൊരു ചിന്ത എന്നുള്ള നിലയ്ക്ക് നിലനിൽക്കാതെ വളരെ ആയാസത്തോടു കൂടിയിട്ടാണ് സാധാരണ സംസാരിക്കുക. പൊതുവെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യവും സാധാരണ വ്യക്തിപരമായിട്ടുള്ള വർത്തമാനമായാലും പ്രഭാഷണങ്ങളായാലും ശരീരം കൂടി അതിനകത്ത് പങ്കെടുക്കുന്ന ഒരു തോന്നലാണ് എനിക്ക് ഉള്ളത്. ശരീരം എന്ന് പറയുമ്പോൾ കയ്യെടുത്ത് വലിയ അംഗങ്ങൾ കാണിക്കുന്നു എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ആഴത്തിൽ നിന്ന് തന്നെ ആ ചിന്തയും വാക്കുകളും ഒക്കെ വരുന്ന ഒരു തോന്നലാണ് എനിക്ക് അന്ന് പോലെ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അത്രയൊന്നും അന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ലെങ്കിലും ഞാൻ ആ ഒരു വലിയൊരു അനുഭവത്തിന്റെ മുമ്പിൽ വളരെ ശ്രദ്ധയോടുകൂടി അന്ന് ഇരുന്നത് തന്നെയാണ് ഉള്ളത്. അന്ന് മുതൽ ഇന്ന് വരെ അത് തന്നെയാണ് അനുഭവം. അദ്ദേഹം സംസാരിക്കുന്ന കാര്യങ്ങൾ വലിയൊരു പൂർണ്ണമായിട്ട് ഗ്രഹിക്കാനുള്ള സാധ്യത പലപ്പോഴും കണ്ടാവാറില്ല പുറത്തോടെ. പക്ഷേ ആ ശരീരത്തിന്റെ ഒരു ഇടപെടൽ അദ്ദേഹം ഏത് ചിന്താ പദ്ധതിയെ കുറിച്ചാണോ പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം സ്വന്തമായിട്ട് മൗലികമായിട്ടുള്ള ഏതൊരു ചിന്തയാണ് അവതരിപ്പിക്കുന്നത്, അങ്ങനെയായാലും അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ആഴത്തിൽ പുറത്തേക്ക് വരുന്ന അത്രയേറെ ഘനമേറിയ വാക്കുകളും ചിന്തയുമായിട്ടാണ് അതെന്റെ ശരീരത്തിലേക്ക് കടന്നു വരാറ്. ഞാൻ അതിന്റെ ശരീരത്തിലേക്ക് തന്നെ പ്രവേശിക്കുന്ന ഒരു ഘനമേറിയ ചിന്തയായിട്ടാണ് ഞാൻ എനിക്ക് പലപ്പോഴും അത് അനുഭവപ്പെടുന്നത്. പിന്നീട് ഞാൻ തിരിച്ചറിയുന്നത്, പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹത്തെ കൃതികളെ ഞാൻ വായിക്കാറുണ്ട് ധാരാളമായിട്ട്. കുറെ അത് എഴുതിയത് വലിയൊരു ശതമാനം വായിച്ച ഒരാൾ കൂടിയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊരു സമയത്തും ആ ഭാഷയുടെ ഘനം, ഭാഷയുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ പലപ്പോഴും എനിക്ക് സാറിന്റെ എഴുത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്റെ മുമ്പിൽ വരാറുള്ള 2 വ്യക്തികളുണ്ട്. അത് മലയാള കവിതയിലെ വളരെ പ്രശസ്തനായിട്ടുള്ള കുമാരനാശാനാണ്. കുമാരനാശാന്റെ കവിത എഴുത്തിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. സച്ചിദാനന്ദ മാസ്റ്റർ എഴുതിയ ഒരു വരി നമുക്കറിയാം. ഉന്തുവണ്ടിയിൽ ഉടന്തനെ പോലെ എന്ന് കൈകരയിൽ പണ്ട് ആശാന്റെ ഒരു വരി പുറപ്പെടുന്നതിന്, വലിയ രൂപപ്പെടുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. വളരെ ആയാസമുള്ള ഒരു ഭാഷയാണ് അതിന്റെ, ഭാവി ഭാഷയാണ് അതിന്റെ പറയുന്നത്. അതല്ലെങ്കിൽ എം ടി രാമനാഥന്റെ കച്ചേരി കേട്ടിട്ടുള്ള കഥടി, എം ടി ആറിന്റെ കച്ചേരി കേൾക്കുന്ന നേരിട്ട് അധികം കേട്ടിട്ടുള്ള ആളാണെന്ന് ഞാൻ പറയുന്നില്ല. 1-2 തവണ മാത്രമേ കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ നമ്മൾ യൂട്യൂബിലൊക്കെ വെച്ച് കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ആഴത്തിലേക്ക് ഒഴിഞ്ഞു പോയിട്ട് പുറത്തു വരുന്ന ഒരു പാതാള സ്വരം എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് അത് പുറത്തേക്ക് വരിക. പലപ്പോഴും സാറിന്റെ വർത്തമാനങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ എന്നെ ബാധിക്കാറുള്ളത് അങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ എഴുത്തിലൂടെ കടന്നു പോകുമ്പോഴും ഈ തരത്തിലുള്ള ഒരു ശരീരത്തിന്റെ ഒരു പ്രസൻസ്, ശരീരത്തിന്റെ ഒരു സാന്നിധ്യം ആ ചിന്തയിലും വാക്കുകളിലും ഒക്കെ അനുഭവപ്പെടാറുണ്ട്. പലപ്പോഴും ഈ ശരീരത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയ ചിന്തയുടെ ഒരു സ്ഥലരാശി
ബാധിക്കാത്ത തരത്തിൽ ഏതൊരു ചിന്തയെയും അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു സാധ്യതയ്ക്ക് നമ്മുടെ മുമ്പിൽ നമ്മുടെ അക്കാഡമിക് ആയിട്ടുള്ള ഗവേഷണങ്ങളായാലും ആ ഗവേഷണത്തിന്റെ ഫലങ്ങൾ നമ്മുടെ പൊതുവേദിയിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു രീതിയായാലും ഈ നമ്മുടെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റിവെച്ച് നമ്മുടെ ശരീരത്തെ ഒട്ടും ബാധിക്കാത്ത രീതിയിൽ നമ്മുടെ അനുഭവം, ഞാൻ ശരീരം എന്ന് പറയുമ്പോൾ നമ്മുടെ സമകാലീനമായിട്ടുള്ള അനുഭവ തീവ്രതയുടെ ഒരു ജൈവ ഘടനയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അനുഭവത്തിന്റെ ഏറ്റവും സമകാലികമായിട്ടുള്ള ഒരു സ്വരൂപത്തെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ സാന്നിധ്യമാണ് പക്ഷേ എപ്പോഴും സാറിന്റെ വാക്കുകൾ എഴുത്തിലായാലും വർത്തമാനത്തിലായാലും ഒക്കെ ഞാൻ അനുഭവിക്കാറ് എന്നാണ് പറയുന്നത്. അപ്പൊ ശരിക്കും സ്വാഭാവികമായിട്ടും മറ്റൊരു രണ്ട് ശരീരങ്ങൾ തമ്മിലുള്ള ഒരു പാരസ്പര്യം, ഒരു പരസ്പര സംക്രമണം എന്നുള്ളൊരു വാക്ക് ഉദയം സാറിന്റെ ലേഖനങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ഭാഗത്ത് ഉപയോഗിക്കുന്നു. പരസ്പര രണ്ട് ശരീരങ്ങൾ തമ്മിലുള്ള ഒരു പരസ്പര സംക്രമണത്തിന്റെ ഒരു സാധ്യതയാണ് പക്ഷേ സാറിന്റെ എഴുത്തുകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് എനിക്ക് ബോധ്യപ്പെടാറുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് പകരം ഇതിന്റെ അവതാരിക എഴുതിയിട്ടുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് എന്റെ സുഹൃത്ത് ഉദയകുമാറാണ്. ഉദയം എഴുതിയ 2-3 വരികൾ മാത്രം ഞാൻ അവതരിപ്പിക്കാം. കാരണം അധികം സാറിന്റെ ഉദയന്റെ അസാന്നിധ്യത്തിൽ ആ വാക്കുകൾ ചിലതിലൂടെ മുഴങ്ങുക എന്നതൊരു ആവശ്യം കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ചെറിയൊരു 2-3 വാചകങ്ങൾ മാത്രമാണ്. ചിന്തയുടെ സമ്പന്നവും മൗലികവുമായ മുഹൂർത്തങ്ങൾ വരുന്നത് സമയത്തോടും കാലത്തോടുമുള്ള അസ്വസ്ഥമായ നിലനിൽക്കുന്നതാണ്. ഇത് രാഷ്ട്രീയ തത്വചിന്തയുടെ കാര്യത്തിൽ കൂടുതൽ പ്രകടമാണെന്ന് പറയുന്നത്. കേരളത്തിലെയും ഇന്ത്യയിലെയും സമകാലിക രാഷ്ട്രീയ ജീവിതത്തെ അടുത്തുനിന്ന് അസ്വസ്ഥമായി അനുഭവിക്കുന്ന ഒരു ചിന്തകന് മാത്രം സൃഷ്ടിക്കാനാവുന്ന ഉൾക്കാഴ്ചകളാണ് ഈ ലേഖനങ്ങളുടെ ആത്മാവ്. സമകാലിക സംഭവങ്ങളോടും സാഹചര്യങ്ങളോടും അടുത്തുനിന്ന് അവയാൽ ബാധിതനായി ചിന്തയെ സ്വാതന്ത്ര്യ പ്രവർത്തനമായി മാറ്റി തീർക്കുന്ന സന്ദർഭങ്ങളാണ് ഈ ലേഖനം. ഇതിലെ 2 വാക്കുകൾ വളരെ പ്രധാനമാണ് എന്ന് വിചാരിക്കും. ജീവിതത്തെ അടുത്തുനിന്ന് അസ്വസ്ഥമായി അനുഭവിക്കുകയും അല്ലെങ്കിൽ അവയാൽ ബാധിതനായ, ഇത് രണ്ടും ശരീരത്തിന്റെ ഒരു പ്രവർത്തനം തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. പൂർണ്ണമായിട്ടും നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങളാൽ ബാധിതനായ ഒരു മനുഷ്യനെയാണ് പലപ്പോഴും ഞാൻ ഡാരികൻ സാറിനെ അനുഭവിക്കാറുള്ളത്. ഡാരികൻ സാറിനെ ബോധ്യപ്പെടാറുള്ളത് നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവം. അതുകൊണ്ട് തന്നെ ഏത് സമയത്ത് എന്ത് സംസാരിച്ചാലും ഇതിനെക്കുറിച്ച് എഴുതിയാലും ഏറ്റവും പുതിയ, ഏറ്റവും സമകാലികമായ സംഭവങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ എഴുത്തുള്ളത്. ഈ ലേഖനത്തിന്റെ തുടക്കം തന്നെ വളരെ അടുത്ത കാലത്ത് നടന്ന കർഷക സമരത്തിൽ നിന്നാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. ഈ പുസ്തകത്തെ സംബന്ധിച്ച് മാത്രമല്ല, ഏതൊരു വർത്തമാനമായാലും ഏതൊരു പ്രഭാഷണമായാലും അല്ലെങ്കിൽ ഏതൊരു രചനയായാലും ഏറ്റവും അടുത്തുള്ള, ഏറ്റവും സമകാലികമായിട്ട് അദ്ദേഹം തീവ്രമായിട്ട് അനുഭവിക്കുന്ന, നമ്മളൊക്കെ തീവ്രമായി അനുഭവിക്കുന്ന ഒരു സമകാലികമായ പ്രശ്നത്തിൽ നിന്നായിരിക്കും അത് ആരംഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ സമകാലികമായ സംഭവത്തിൽ നിന്ന് ആരംഭിക്കുക മാത്രമല്ല, അവിടേക്ക് നിരവധി ചിന്തകന്മാരും നിരവധി ചിന്താ പദ്ധതികളും അതിനുള്ളിലേക്ക് ഉൾച്ചേരുന്നുണ്ടാവും എന്ന് നമുക്കറിയാം. പക്ഷെ ഇത് ഉദ്ധരണികൾ എന്നുള്ള നിലയിലോ കേവലമായിട്ടുള്ള ഉദ്ധരണികൾ എന്നുള്ള നിലയിൽ മാത്രം അവശേഷിക്കുകയല്ല ചെയ്യുന്നതാണ് അതിന്റെ മൗലികത എന്നാണ് കരുതുന്നത്. ഉദ്ധരണികൾ എന്നുള്ള ഒരുപക്ഷെ ഉദ്ധരണികൾ പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്ന ഒരവസ്ഥയിലേക്കാണ് അദ്ദേഹത്തിന്റെ അടുത്ത കാലത്തുള്ള എഴുത്തുകൾ സംഗ്രഹിക്കുന്നത്. പൂർണ്ണമായും ഉദ്ധരണികൾ ഇല്ലാതിരിക്കുകയും എന്നാൽ ചിന്തകന്മാരുടെയും ചിന്താ പദ്ധതികളുടെയും പൂർണ്ണമായിട്ടുള്ള സാന്നിധ്യം അതിനകത്ത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു തലമുണ്ട്. അപ്പൊ എനിക്ക് തോന്നാറുള്ളത് ഏതെങ്കിലും ഒരു സമകാലികമായ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയോ എഴുതുകയോ ചെയ്യുമ്പോൾ ആ സവിശേഷമായിട്ടുള്ള ആ ഒരു സ്ഥലകാല സന്ധിയിലേക്ക് പൂർവ്വസൂരികളായിട്ടുള്ള ചിന്തകന്മാരും അല്ലെങ്കിൽ ചിന്താ പദ്ധതികളും അവരെ കുടഞ്ഞിടുകയും ആ സമകാലിക സംഭവത്തിൽ അവരുടെ സാന്നിധ്യം അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു എഴുത്തിന്റെ രീതിയാണ് ഈ പുസ്തകത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ സ്വാഭാവികമായിട്ടും ഏതൊരു ചിന്താ പദ്ധതിയായാലും ആ ചിന്താ പദ്ധതിയുടെ ഏറ്റവും സമകാലികമായിട്ടുള്ള ഒരു വാദത്തെയാണ് അതിനകത്ത് അവതരിപ്പിക്കുന്നത്. ഇത് കേവലമായിട്ടുള്ള ഉദ്ധരണികളായിട്ട് ഒരുപക്ഷെ കർഷക സമരത്തെ കുറിച്ച് എഴുതുന്ന സമയത്ത് ഏതൊരു ചിന്തകനും ഇതിനു മുമ്പ്
തിരിച്ചറിയാനും അവ പൂർണ്ണമായിട്ടും ചിന്തകൾ മാത്രമല്ലാതെ ശരീരങ്ങളായിട്ട് തന്നെ അവിടെ സന്നിഹിതമാകുന്നു എന്നുള്ളൊരു ബോധ്യത്തിലാണ് ഈ എഴുത്തുകൾ നിലനിൽക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേവലമായിട്ടുള്ള ഉദ്ധരണികളിലൂടെ ഈ സമരത്തിന്റെ പ്രാധാന്യം എന്താണ് എന്ന് പറയാനായിട്ട് നമ്മൾ പൂർവ്വകാല ചിന്തകന്മാരെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ഈ സമരത്തിന്റെ സാധ്യതകളെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ സാധ്യതകളെ പഴയ കാലത്തിലേക്ക് കൊണ്ടുപോയി സമർപ്പിക്കുക എന്നുള്ളതാണ് സംഭവിക്കുക. അതിനു പകരം ഈ ചിന്തകളെ നമ്മുടെ കാലത്തിന്റെ നമ്മുടെ ഏറ്റവും സവിശേഷമായ ആ സന്ദർഭത്തിലേക്ക് കുടഞ്ഞു വരികയും അവയെ പുതിയ ഒരു യുക്തി, ആ സമരത്തിന്റെ യുക്തി സാധ്യതയിലൂടെ പുനഃസംഘടിപ്പിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ചിന്തകൾ കേവലമായിട്ടുള്ള ചിന്തകളായിട്ടല്ല, അവ പുതിയ ഭാഗങ്ങളായിട്ട്, പുതിയ മനുഷ്യരുടെ പുതിയ ഭാഗങ്ങളായിട്ട് തന്നെയാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിലെ ഓരോന്നും ഏതെല്ലാം വിഷയങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് എനിക്ക് തോന്നുന്നത് രാമുഖമായിട്ട് രാജീവ് സാദർ പറയുന്ന ഒരു വാചകം, ഒരു ആഗോള ശക്തിയായി പരിണമിച്ചു കഴിഞ്ഞ മുതലാളിത്ത മൂലധനത്തിന് അതിന്റെ ഭരണകൂട രൂപങ്ങൾക്കുമെതിരെ ലോക കീഴാള സഞ്ചയം നാനാമുഖമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരങ്ങളാണ് ഈ ഗ്രന്ഥത്തിലെ രചനകളുടെ രാഷ്ട്രീയ പശ്ചാത്തലം. അതിനെ തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട്, കഴിഞ്ഞ 15-20 വർഷങ്ങൾക്കുള്ളിൽ എഴുതിയ ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ്. കഴിഞ്ഞ 15-20 വർഷങ്ങൾ ലോകവും ഇന്ത്യയും പ്രത്യേകിച്ച് കേരളവും കടന്നുപോയ പ്രതിസന്ധികളെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്. ഏതാണ്ട് എല്ലാ പ്രതിസന്ധികളിലൂടെയും ഈ ലേഖനങ്ങൾ സഞ്ചരിക്കുന്നു. ആരംഭസന്ധം മുതൽ അമേരിക്കയിലെ നീഗ്രോ കലാപത്തിനിടയിൽ ശ്വാസം കൊണ്ട് മരിച്ച ഫ്ലോയിഡ് മുതൽ ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട എല്ലാ മുന്നേറ്റങ്ങളും പരാമർശിക്കപ്പെടുന്നു. കേരളത്തിലാണെങ്കിൽ ഏറ്റവും പുതിയ സമര കാലഘട്ടം പെമ്പിളയുടെ സമരം മുതൽ നെഹ്റു സമരവും ചുംബന സമരവും ഇങ്ങനെ എന്താ പറയുക, മനുഷ്യ വിമോചനത്തിന്റെ സാധ്യതകൾ നമ്മൾ എടുത്തു കാണിച്ച എല്ലാ സമരങ്ങളും, മനുഷ്യരുടെ എല്ലാ സമരങ്ങളും ഈ ഒരു പുസ്തകത്തിനുള്ളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ച് ഏത് തരത്തിലാണ് അദ്ദേഹം പരാമർശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച്, അതിന്റെ പ്രമേയപരമായിട്ട് അതിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് ദീർഘമായിട്ട് വിശകലനം ചെയ്യാനുള്ള ഒരു സാഹസം ഞാൻ കാണിക്കുന്നില്ല. കാരണം വളരെ ദീർഘമായിട്ടുള്ള, വളരെ സൗന്ദര്യപൂർണ്ണമായിട്ടുള്ള ഒരു അവതാരികയിലൂടെ ദൈവമാണ് അത് ചെയ്യുന്നുണ്ട്. അത് വളരെ മനോഹരമായിട്ട് സനിൽ കവിത ഉപയോഗിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അതിന്റെ പ്രമേയപരമായ അംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടും ഭാഷാപരമായിട്ടുള്ള, അത് ഭാഷയിലൂടെ എങ്ങനെയാണ് ഈ ചിന്തയുടെ വാഹകം എന്ന് പറയാവുന്ന ഈ ഭാഷ അദ്ദേഹത്തിന്റെ ശരീരത്തെ കൂടി വഹിച്ചുകൊണ്ട് നമ്മിലേക്ക് എത്തുന്നത് എന്നുള്ളൊരു പ്രശ്നം മാത്രമായിട്ട് നിലനിൽക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ഗവേഷണ രീതിയും വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു പ്രഭാഷണ രീതിയും നമ്മുടെ ജനകീയമായിട്ടുള്ള ജനങ്ങളുടെ ഇടയിൽ ഏത് തരത്തിലുള്ള ഒരു ജഡമായിട്ടുള്ള ഒരു അവസ്ഥയാണ് സൃഷ്ടിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഈ ശരീരം നഷ്ടപ്പെടുന്ന പ്രഭാഷണങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. കേവലമായിട്ടുള്ള ഉദ്ധരണികളിലേക്ക്, കേവലമായിട്ടുള്ള ചിന്തകളെ അവതരിപ്പിക്കുന്നതിലൂടെ നമ്മുടെ ജൈവ ശരീരത്തിന്റെ സാന്നിധ്യത്തെ അതിൽ നിന്ന് അകറ്റിക്കളയുകയും പൂർണ്ണമായിട്ടും പൊള്ളയായ ഒരു ജീവിതത്തെ നമ്മൾ മുന്നിൽ സ്ഥാപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുമ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരംശം ഇതാണ്. ആ ഒരു അവസ്ഥയിലേക്കാണ് ഒരു പക്ഷേ രാജീവ് സർ അദ്ദേഹത്തിന്റെ വ്യവസ്ഥാപിതമായ എല്ലാത്തരം സമരരൂപങ്ങളിൽ വ്യവസ്ഥാപിതമായിട്ടുള്ള രാഷ്ട്രീയ സംഘടനകളുടെ, സാമൂഹ്യ സംഘടനകളുടെ എല്ലാ സമരരൂപങ്ങളെയും തകടം മറിക്കുക മാത്രമല്ല, അത് മറ്റുള്ളവരിലേക്ക് സംക്രമിക്കുന്ന ഭാഷയുടെ തലത്തിലും ചിന്തയുടെ തലത്തിലുമുള്ള വലിയ തകടം മറിച്ചിലുകൾ ഈ എഴുത്തിലൂടെ സംഭവിക്കുന്നുണ്ട് എന്ന് പ്രത്യേകമായിട്ടും എടുത്ത് പറയുന്നു. ഞാൻ സൂചിപ്പിച്ചു, രാജീവൻ സാർ ഏറ്റവും കൂടുതൽ സാഹിത്യ നിരൂപണത്തിന്റെ കാര്യത്തിൽ
ഉദാഹരണം മാത്രം പറയാം. ചിതാവിഷ്ടയായ സീതയുടെ തുടക്കം അതിചിന്ത വഹിച്ച് സീത പോയി സ്ഥിതി ചെയ്ത ഉടജാന്തവാടി. ആ വരി കേൾക്കുന്ന സമയത്ത് തന്നെ എനിക്ക് തോന്നാറുള്ള ഒരു കാര്യമാണ്, ഈ അതിചിന്ത വഹിച്ച് ചിന്തയെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചും ഭാഷയെക്കുറിച്ചും ഏറ്റവും കൂടുതൽ മലയാളത്തിൽ ചിന്തിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് സജീവസ്. ചിന്തയെക്കുറിച്ചും ഭാഷയെക്കുറിച്ചും, ചിന്തയും ഭാഷയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഭാഷയും ശരീരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഒരു പുസ്തകത്തിന്റെ പേര് തന്നെ വാക്കുകളും വസ്തുക്കളും എന്ന് തന്നെയാണ്. ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് തന്നെയാണ്. അതേക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഈ അതിചിന്ത വഹിച്ച് സീത പോയി സ്ഥിതി ചെയ്ത ഉടജാന്തവാടിയിൽ എന്നുള്ള ആ ഒരു വഴി എന്നെ വളരെ രസകരമായിട്ട് ബാധിക്കാറുണ്ട്. ഈ അതിചിന്ത വളരെ ഭാരമുള്ള ഈ അതിചിന്തയും വഹിച്ച് സീതയുടെ ശരീരം പോയി സ്ഥിതി ചെയ്യുന്ന ഒരവസ്ഥയിൽ തുടങ്ങുന്ന ആ കവിതയിൽ പിന്നീട് സീതയുടെ ചിന്ത ഏതെല്ലാം മേഖലയിലേക്കാണ് വളർന്ന് കയറുന്നത് എന്ന് നമുക്കറിയാം. പക്ഷെ ആ ചിന്തയെ മാത്രം വളർന്ന് വളരാൻ അനുവദിക്കാതെ ആശാൻ ചെയ്യുന്ന മറ്റൊരു കൗശലം കൂടിയുണ്ട്. അത് സീതയുടെ ശരീരത്തിന്റെ മാനം കൂടി, ശരീരത്തെ കൂടി ഏതാണ്ട് ആകാശതുല്യമായിട്ട് ആകാശത്തിന്റെ വിധാനങ്ങളോടെ വളർത്തിയെടുക്കുന്ന ഒരു കാവ്യതന്ത്രം കൂടി അതിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചിന്തയെയും ശരീരത്തെയും ഒരേപോലെ വളർത്തിയെടുത്തുകൊണ്ട് വലിയ ശരീരമാക്കുന്ന സീതയെയാണ് രാമന്റെ മുമ്പിലേക്ക് ആശാൻ കൊണ്ടുചെന്ന് നിർത്തുന്നത്. ഈ തരത്തിൽ തന്നെയാണ് തരികൻ സാറിന്റെ എഴുത്തും പ്രവർത്തിക്കാറുള്ളത് എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. ഏത് ചിന്തയെ പരാമർശിക്കുമ്പോഴും അത് ഒരു മുൻകാല ചിന്തകന്റെ ചിന്തയായിക്കോട്ടെ, തരികൻ സാറിന്റെ മൗലിക ചിന്താ പദ്ധതി ആയിക്കോട്ടെ, ആ ചിന്തയിൽ കൃത്യമായിട്ട് ആ ചിന്തയോടൊപ്പം ആ ശരീരത്തിന്റെ സാധ്യതകളും അടങ്ങിയിരിക്കണം എന്നുള്ള ഒരു നിർബന്ധത്തോട് ചെയ്യും. ആ ഒരു ആഖ്യാന തന്ത്രമാണ് ഒരുപക്ഷെ ഈ സാറിന്റെ രചനകളുടെ സവിശേഷമാക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ ഏതൊരു സമകാലീന സന്ധിയിൽ കാലസന്ധിയിൽ നിൽക്കുമ്പോഴും ആ ഒരു സന്ധിയിലേക്ക് വന്നെത്തുന്ന ചിന്തകന്മാരാണ്. അത് നെഗിരിയായാലും അഗമ്പനായാലും പേരെടുത്ത എല്ലാ ചിന്തകന്മാരെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഗാന്ധി ആയാലും അംബേദ്കർ ആയാലും അവരെല്ലാവരും നിൽക്കുന്ന സ്ഥലരാശി ഒന്ന് തന്നെയായിരിക്കും. ഏറ്റവും സമഗ്രമായിട്ട് അദ്ദേഹം ഏത് സമകാലീനമായ വിഷയത്തെയാണ്, ഏത് സമകാലീനമായ സന്ദർഭത്തെയാണ് അദ്ദേഹം പരാമർശിക്കുന്നത്, ആ സ്ഥലകാല സന്ധിയിലേക്ക് വന്നെത്തുന്ന ചിന്തകന്മാരുടെ മാത്രമല്ല ആക്ടിവിസ്റ്റുകളുടെ, പ്രവർത്തകന്മാരുടെ, അനുഭവ തലത്തിൽ നിൽക്കുന്ന ആളുകളുടെ ഒരു സ്കൂട്ടർ ആ ഒരു സ്ഥലകാല സന്ധിയിലേക്ക് എത്തിപ്പെടുകയും അവർ ഈ സവിശേഷമായിട്ടുള്ള ആ ഒരു വിമോചന സമരത്തിന്റെ ആ ഒരു സാധ്യതയിലൂടെ പുനഃസംഘടിപ്പിക്കുകയും പുനഃക്രമീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാധ്യത. അപ്പോൾ ഓരോ നിമിഷവും വീണ്ടും വീണ്ടും തിരുത്തി എഴുതപ്പെടുന്ന ചിന്താ പദ്ധതികളാണ് ഈ പുസ്തകത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് എന്നുള്ള ഒരു കാര്യം മാത്രമാണ് പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ളത്. അദ്ദേഹത്തിനകത്ത് ഈ ഒരു പുസ്തകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പറയുന്ന നിരവധി വിഷയങ്ങളുണ്ട്. ഞാനത് ലിസ്റ്റ് ചെയ്ത് വെച്ചിരുന്നെങ്കിലും അതിലൂടെ വായിക്കുന്നതൊരു അധികമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഏതാണ്ട് എല്ലാ വിഷയങ്ങളും നമ്മുടെ ഭരണകൂടത്തിന്റെ അധികാര പ്രയോഗങ്ങളെ നേരിടുന്ന സാധാരണ മനുഷ്യരുടെ വ്യവസ്ഥാപിതമല്ലാത്ത സമരരൂപങ്ങളെ കുറിച്ച്, ജനം എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രീയ ഘടന അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ച്, ഭരണകൂടത്തിന്റെ വ്യത്യസ്തമായ രാഷ്ട്രീയം, ഭരണകൂടം എന്നീ സംജ്ഞകളുടെ വ്യത്യസ്തമായ സാധ്യതകളെ കുറിച്ച്, ജനസഞ്ചയം എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രീയ ഘടകത്തിന്റെ ആ സങ്കല്പന എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ച്, ഒരുപക്ഷെ ഏറ്റവും അധികം സവിശേഷമായിട്ട് ഇതിന്റെ എല്ലാം അപ്പുറം സ്നേഹം എന്നുള്ളത് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ ഗണമായിട്ട് മാറുന്നത് എന്ന് പറഞ്ഞു വയ്ക്കുന്നതിന്റെ വളരെ സൗന്ദര്യം നിറഞ്ഞ ഒരു ഭാഗം കൂടിയാണ്. ഇങ്ങനെ ഒരു പക്ഷേ നമ്മുടെ കാലത്തെ ഇതുവരെയുള്ള രാഷ്ട്രീയ ചിന്തയെ അല്ലെങ്കിൽ സാമൂഹിക ചിന്തയെ മുഴുവൻ മാറ്റി നിർത്തുകയും ആ ചിന്തയിലെല്ലാം ഉപയോഗിക്കപ്പെട്ടിരുന്ന ഭാഷയെയും അതിലുൾച്ചേരുന്ന സങ്കല്പനങ്ങളെയും ഒക്കെ പുതിയ തരത്തിൽ
വായിച്ചെടുക്കുന്ന, പുതിയ രീതിയിൽ വായിച്ചെടുക്കുന്ന ഒരു സാധ്യത ഈ ലേഖനങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതങ്ങനെ പ്രവർത്തിക്കുക മാത്രമല്ല, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആ ഒരു ശരീരത്തിന്റെ ഒരു പരസ്പര വിനിമയത്തിലൂടെ ഇത് വായിക്കുന്ന ഓരോരുത്തരെയും അതിനായിട്ട് പ്രകോപിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞാൻ ഏതാണ്ട് അധികം ദീർഘിപ്പിക്കുന്നില്ല. ആമുഖമായി പറഞ്ഞതുപോലെ ഞാനൊരു നാടക പ്രവർത്തകനായതുകൊണ്ടാവാം ഒരു ചെറിയ സാധ്യത കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ നാടക അരങ്ങിൽ നടന്മാരുടെ ശരീരം ചെയ്യുന്ന ഒരു പ്രവൃത്തി ഇപ്പോ രവി എന്ന് പറയുന്ന ഒരു ഭാവത്തെ അവതരിപ്പിക്കുകയാണെങ്കിൽ അത് വളരെ ദീർഘമായിട്ടും വളരെ സൂക്ഷ്മമായിട്ടും ഈ നടൻ അതിലേക്ക് അതിൽ വിലയിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ അതിനൊക്കെ വിലയിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു നട ശരീരത്തെയല്ല നമ്മൾ മുമ്പിൽ കാണുക. അതിന് പകരം ആ രവി എന്ന് പറയുന്ന ഭാവത്തെ വളരെ സൂക്ഷ്മമായും വളരെ ദീർഘമായും വിശകലനം ചെയ്യുകയും നിരീക്ഷിക്കുകയും ചെയ്തു പെരുമാറുന്ന ഒരു നടനെയാണ് നമ്മൾ കാര്യങ്ങൾ കാണുക. ഈ നട ശരീരത്തോടാണ് ഒരുപക്ഷെ ആസ്വാദകൻ തന്നെ വഹിക്കുന്നത് ഞാൻ നോക്കുന്നത്. പൂർണ്ണമായിട്ടും ഈ ഒരു ഭാവത്തെ അകന്നു നിന്ന് നിരീക്ഷിക്കുകയും അകലേക്ക് മാറ്റി നിന്ന് നിരീക്ഷിക്കുകയും വളരെ വിപുലമായിട്ട് വിശകലനം ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു നടശരീരമാണ് ആസ്വാദകന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് പറയേണ്ടത്. എന്നാൽ ആ തരത്തിലുള്ള ഒരു സാധ്യതയാണ് ഏതൊരു ചിന്തയെയും ഏതൊരു ചിന്താ പദ്ധതിയെയും നമ്മുടെ കാലത്തിന്റെ ഒരു സാധ്യതയിൽ നിന്നുകൊണ്ട് നിരീക്ഷിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്ന ഒരു നടശരീരമാണ് ഈ രാജീവൻ സാറിന്റെ എഴുത്തുകളുടെ ഉള്ളിൽ നിന്ന് വായനക്കാരന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ആ നടന്റെ ആ ഒരു പെർസ്പെക്റ്റീവിനെ, ആ നടന്റെ ഒരു കാഴ്ചപ്പാടിനെ ആസ്വാദകരിലേക്ക് സംക്രമിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ നടശരീരം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഏതാണ്ട് ആ തരത്തിൽ രാജീവൻ സാറിന്റെ ലേഖനങ്ങളിലൂടെ എഴുത്തുകളിലൂടെ കടന്നുപോകുന്ന, എഴുത്തുകളിലൂടെ മാത്രമല്ല വർത്തമാനത്തിലൂടെ കടന്നുപോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ആ കാഴ്ചപ്പാടിലേക്ക്, തന്റെ തന്നെ കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ ആ ഭാവത്തിലേക്കല്ല വലിച്ചിടുന്നത് എന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് ഞാൻ എന്റെ ചിന്താ പദ്ധതികളെ അളന്നതെന്ന് നിരീക്ഷിക്കുന്നത്, അല്ലെ എങ്ങനെയാണ് അതിനെ നമ്മുടെ സമകാലീനമായിട്ടുള്ള ഒരു സവിശേഷമായ സന്ദർഭത്തിൽ നിന്നുകൊണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ അതിനെ വിശകലനം ചെയ്യുന്നത്, ആ തരത്തിലുള്ള ഒരു വീക്ഷണത്തിലേക്ക് വായനക്കാരനെ മാറ്റി തീർക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ ഒരു പുസ്തകത്തിലെ ലേഖനങ്ങൾ മാത്രമല്ല രാജീവൻ സാറിന്റെ ലേഖനങ്ങളും ചിന്തകളും സംഭാഷണങ്ങളും പ്രവർത്തിക്കുന്നത് ഇത് മാത്രം പറഞ്ഞുകൊണ്ട് സ്നേഹത്തെക്കുറിച്ച്, സ്നേഹം എന്ന ആ ഒരു സങ്കല്പത്തെക്കുറിച്ച് രാജീവൻ സാറിന്റെ അതിനെക്കുറിച്ച് ദേവകുമാർ എഴുതിയ ഒരു ഭാഗം, ആ ഭാഗം കൂടി ഒന്ന് വായിച്ച് അതിൽ അവസാനിപ്പിക്കാൻ കൂടി. സ്നേഹത്തെക്കുറിച്ചുള്ള ബി രാജീവിന്റെ പരാമർശങ്ങൾ എങ്ങനെയാണ് പ്രധാനമാകുന്നത്? ഇവിടെ സ്നേഹം പ്രത്യക്ഷമാകുന്നത് നിയതമായ ധർമ്മവ്യവസ്ഥയുടെയോ സംസ്കാര സമ്പന്നതയുടെയോ ചിഹ്നമായിട്ടല്ല, അനുശീലനത്തിലൂടെ മെരുക്കിയെടുത്ത ജീവന്റെ ആവിഷ്കാര മാധ്യമം അല്ല ഇവിടെ സ്നേഹം. മനുഷ്യജീവന്റെ സഹജ സ്വഭാവം തന്നെയാണ് ഇതിവിടെ നിലനിൽക്കുന്നത്. തീരാ രാഷ്ട്രീയം വീണ്ടെടുക്കുന്നത് മനുഷ്യനും പ്രകൃതിക്കും മനുഷ്യർക്കും ഇടയിലുള്ള നിഷേധാത്മകമല്ലാത്ത നാനാ സംയോഗ രൂപങ്ങളെയാണ്. ആ സംയോഗ രൂപങ്ങളുടെ ശക്തിവർദ്ധകവും ആഹ്ലാദകരവുമായ ദൈവബന്ധങ്ങളെയാണ് എന്ന് രാജീവൻ പറയുന്നു. ഈ സംയോഗ രൂപങ്ങൾ സാധ്യമാവുന്നത് മനുഷ്യജീവിതത്തിൽ സന്നിഹിതമായിരിക്കുന്ന ഭാവശക്തികളുടെ പ്രവർത്തനത്തിലൂടെയാണ്. ഭാവശക്തികളെ രാജീവൻ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: യുക്തി, ഭാവന, ചിന്ത, വികാരം എന്നീ വൈപരീത്യ സങ്കല്പങ്ങളെ അപ്രസക്തമാക്കിക്കൊണ്ട് അവയ്ക്ക് ആസ്പദമായി പ്രവർത്തിക്കുന്ന ഒന്നാണ് ഈ യാഥാർത്ഥ്യം. മനുഷ്യ വ്യക്തികളെ മറ്റു വ്യക്തികളിലേക്ക് സംക്രമിപ്പിക്കുന്നതിനും സുഖദുഃഖങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോകുന്നതിനും കാരണമായി വർദ്ധിക്കുന്നത് ഈ ശാരീരിക ശക്തിയുടെ അഥവാ ഭാവശക്തിയുടെ ഏറ്റക്കുറച്ചിലുകളാണ്. മനുഷ്യജീവിതത്തിന്റെ പ്രാഥമിക സാധ്യതയായ ഈ പരസ്പര സംക്രമണത്തിന്റെ രൂപമാണ് സ്നേഹം. അതിൽ നിന്നാണ് ജനത എന്ന ജീവിത സാധ്യത ഉണ്ടാകുന്നത്.
എഴുതിയിട്ട് അടിയോരയിട്ട് വെച്ചൊരു സെന്റൻസ് ഉണ്ട്, ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ഘനമായിട്ടുള്ള ചിന്ത. അതിൽ നിന്നും ഒരുപാട് പഠിക്കാനും മനസ്സിലാക്കാനും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്തതായി സനലിനെ ഞാൻ ആദ്യം തന്നെ പരിചയപ്പെടുത്തിയല്ലോ. അടുത്തതായി അദ്ദേഹത്തെ ഞാൻ സംസാരിക്കാൻ ശ്രമിക്കുന്നു. രാജീവിന്റെ ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. രാജീവിനോടൊപ്പം തന്നെ മറ്റ് 2 സുഹൃത്തുക്കളുടെ കൂടെ സാന്നിധ്യം ഈ പുസ്തകത്തിലുണ്ട്. ദേവകുമാറിന്റെ വളരെ ദീർഘമായ ഗാഠമായ ഒരു മുഖവരിയും റിയാസ് കോഹന്റെ ചിത്രമുള്ള കവറും. ഇവരെല്ലാം ഈ 3 പേരും നമ്മളിപ്പോൾ അകപ്പെട്ട് കിടക്കുന്ന ഒരു പ്രതിസന്ധിയിൽ ജീവിച്ചു പോകാൻ നമ്മളെ സഹായിക്കുന്ന 3 പേര്. ഇവരുടെ രാജീവിന്റെ ലേഖനങ്ങളോടൊപ്പം തന്നെ ഇവരെല്ലാം ഒന്നിച്ചു വരുന്ന ഒരു സന്ദർഭമാണ് ഈ പുസ്തകം. ഞാൻ രാജീവിനെ കേൾക്കുന്നതും വായിക്കുന്നതും 40 വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത്. കാരണം ആ 80-കൾ വാസ്തവത്തിൽ വളരെ ബുദ്ധിപരമായി വളരെ അനാഥമാകപ്പെട്ട ഒരു സമയമായിരുന്നു. കാരണം ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് പ്രത്യേക ആഭിമുഖ്യമൊന്നുമില്ലാത്ത ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. പക്ഷെ നമ്മുടെ എല്ലാ അടുത്ത സുഹൃത്തുക്കളും ഇടതുപക്ഷക്കാരാണ്. നമ്മുടെ വായന OV വിജയൻ, VKN, MV നാരായണനുള്ള അക്കിത്തം, അയ്യപ്പപ്പണിക്ക് ഇങ്ങനെയൊക്കെയുള്ള കവികളാണ്. ഇടതുപക്ഷക്കാർ നമ്മളോട് പറയുന്നത് ഇവരെല്ലാം ആധുനികരാണ്, ഇവരുടെ കൃതികൾ വാസ്തവത്തിൽ ഇന്ന് നിൽക്കുന്ന അധികാര വ്യവസ്ഥയുടെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വഴിതെറ്റലുകളാണ് ഈ പുസ്തകങ്ങൾ. അതേസമയം ഈ പുസ്തകങ്ങളുടെ ഒരു സന്ദർഭം പിൻപറ്റുന്ന ആധുനികത പറഞ്ഞുകൊണ്ടിരുന്നത് ഇതെല്ലാം രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്, എന്നാൽ രോഗത്തിന്റെ പുസ്തകം. അപ്പോൾ നമ്മൾ ഈ എഴുത്തുകാരെ മുഴുവൻ സ്നേഹിക്കുകയും എന്നാൽ ഈ സ്നേഹത്തിൽ നമ്മളെ കൊണ്ട് വളരെ കുറ്റബോധം ഉണ്ടാക്കുകയും ചെയ്തിരുന്ന ഒരു സന്ദർഭം. ഈ സമയത്താണ് വാസ്തവത്തിൽ നമ്മളുടെ ഈ സ്നേഹങ്ങൾ തെറ്റല്ലെന്നും മറിച്ച് ഈ എഴുത്തുകാർ വാസ്തവത്തിൽ നമ്മുടെ കാലത്തെ ജീവിതത്തിന്റെ ഏറ്റവും മഹനീയമായ സന്ദർഭങ്ങളാണെന്നും നമ്മുടെ ഈ സ്നേഹത്തെ കൂടുതൽ തീവ്രമാക്കാനുള്ള ഒരു ധൈര്യവും കരുതലും എന്നെ പോലുള്ളവർക്ക് തന്നിരിക്കുന്നത് രാജീവിന്റെ എഴുത്തുകളും പ്രഭാഷണങ്ങളുമാണ് ആ സമയം. അതുപോലെ തന്നെ ഇന്നിപ്പോ രാജീവിന്റെ ഈ പുതിയ പുസ്തകം, ഈ പുസ്തകത്തിന്റെ ഒരു അടിസ്ഥാനപരമായ ഒരു സങ്കല്പന കീഴാണ് കേവല ജനാധിപത്യം എന്നുള്ളത്. പക്ഷെ എനിക്ക് ഒരിക്കലും ഇന്ന് വരെ ചിന്തിക്കാനോ എഴുതാനോ കഴിയാത്ത ഒരു സങ്കല്പനമാണ് കീഴാള ജനാധിപത്യം. കീഴാളെന്നുള്ള വാക്ക് ഒരിക്കലും എനിക്ക് എഴുതാൻ പറ്റിയിട്ടില്ല. അത് പല തരത്തിലുള്ള ഭയപ്പാട് കൊണ്ടും ലജ്ജ കൊണ്ടും അനാവശ്യമായ അങ്കലാപം കൊണ്ടും ഒക്കെ ആയിരിക്കാം. ഒരുപക്ഷെ കീഴാൾ എന്നുള്ള പദം ഉടൻ തന്നെ മേലാൾ എന്നുള്ള സങ്കല്പം ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്നു, അടിച്ചമർത്തപ്പെടുന്നു എന്നതുകൊണ്ട് മാത്രം ആർക്കും ഒരു നന്മയിലും അവകാശം ഉന്നയിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു പേടി കൊണ്ടാവാം. അതുമല്ലെങ്കിൽ ഈ പ്രദീപൻ പാമ്പേക്കും എന്നൊക്കെ പറയുന്ന പോലെ എരി എന്നുള്ള ഒരു സമ്മർദ്ദമാണ്. ഇര എന്ന സമ്മർദ്ദത്തെക്കാൾ രാഷ്ട്രീയപരമായി കൂടുതൽ പ്രാധാന്യമുണ്ടെന്നുള്ള തോന്നൽ കൊണ്ടാകാം. ഇങ്ങനെ പല കാരണങ്ങളുണ്ടായാലും എനിക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു സമ്മർദ്ദമാണ് കീഴടങ്ങുന്നത്. പക്ഷെ നമ്മുടെ രാജീവിന്റെ ചിന്തയിൽ അതിനെ നമ്മൾ പിന്തുടരുമ്പോൾ രാജ്യം നമ്മളോട് പറയുന്നത് നിങ്ങളുടെ ഇത്തരമുള്ള ഭയപ്പാടുകളും അങ്കലാപ്പുകളും ഒന്നും നമുക്ക് ശരിക്കും ഒരു പ്രശ്നമല്ല. പക്ഷെ നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്ന പ്രതിസന്ധിയെ പറ്റി വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് ഇരുന്ന് ചിന്തിക്കാനുള്ള ഒരു ഇടമാണ് ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കാൻ നിങ്ങൾക്ക് എന്നോട് യോജിക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള സൈദ്ധാന്തിക കൽപ്പനകളോട് പ്രതിബദ്ധത കാണിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു അർത്ഥത്തിലാണ് രാജീവൻ ഒരു യഥാർത്ഥ സ്പിനോസ തിങ്കർ ആയിരിക്കുന്നത്.
കാരണം സ്പിനോസ ചെയ്ത ഇതാണ്. കാരണം സ്പിനോസ ധാർമ്മികതയെ പറ്റിയുള്ള ഏതാണ്ട് ഒരു ജോമെട്രി പുസ്തകം പോലെ എഴുതിയ എത്തിക്സ് തുടങ്ങുന്നത് ദൈവം എന്നുള്ള ഒരു തത്വത്തിലാണ്. അപ്പൊ ദൈവം നമ്മുടെ ദൈവം എന്ന് പറയുന്ന തത്വത്തിൽ ഒരു ധാർമ്മികത ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ആ സമയത്തുള്ള എല്ലാ ചിന്തകൾക്കും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ദൈവത്തെ പറ്റി നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ. ദൈവമുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ദൈവം എങ്ങനെയുള്ള ആളാണ്? ദൈവത്തെ നമ്മൾ വിശ്വസിക്കണമോ? ദൈവത്തിന്റെ ഉണ്മയുണ്ടോ? ഇങ്ങനത്തെ പല ചർച്ചകൾ അപ്പോൾ സ്പിനോസ പറഞ്ഞത് ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചോളൂ, പക്ഷെ നിങ്ങൾ ധാർമ്മിക, കാരണം സ്പിനോസയെ ഒരു ജൂതമത വിശ്വാസിയായതുകൊണ്ട് സിനഗോഗിൽ വെച്ച് ആൾക്കാർ കുത്താൻ ശ്രമിക്കുകയും അങ്ങനെ കീറിയ ഉടുപ്പ് മുൻപിൽ വെച്ചിട്ടാണ് സ്പിനോസ ചിന്തിക്കുന്നത്. ആ സമയത്ത് ഈ ധാർമ്മികതയെ പറ്റിയുള്ള ഒരു ചിന്തയുടെ അടിയന്തര പ്രാധാന്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോടൊപ്പം തുടങ്ങുക. അപ്പൊ നമ്മൾ ആ ദൈവം എന്നുള്ള തത്വത്തിൽ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മുടെ എല്ലാ ചോദ്യങ്ങളെയും സ്പിനോസ വിട്ടുകളയാണ്. ഇതിന്റെ അടിയന്തര പ്രാധാന്യമാണ് പ്രധാനം. നമ്മൾ സ്പിനോസയോടൊത്ത് ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ പതുക്കെ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ നമ്മൾ ഉന്നയിച്ച പല പ്രശ്നങ്ങളും വാസ്തവത്തിൽ കപട പ്രശ്നങ്ങളായിരുന്നു. ദൈവത്തെ പറ്റി നമ്മൾ ചോദിച്ച പല ചോദ്യങ്ങളും ഉത്തരത്തിന് വേണ്ടിയുള്ളതായിരുന്നില്ല, മറിച്ച് മതാധികാരത്തെ നിലനിർത്താനുള്ള കെണികളായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് സ്പിനോസയ്ക്ക് ശേഷം ദൈവനിന്ദകരായിട്ടുള്ള ഒരുപാട് ഭൗതിക ചിന്തകൾക്കും മാർക്സിസ്റ്റുകൾക്കും സ്പിനോസയോടൊപ്പം ചിന്തിക്കാൻ കഴിയും. അപ്പൊ ഇത്തരത്തിലുള്ള ചിന്തിക്കാനുള്ള ഒരിടമാണ് വാസ്തവത്തിൽ രാജീവന്റെ പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. രാജീവിന്റെ പുസ്തകത്തിൽ ലേഖനങ്ങളടക്കം തന്നെ ഒരുപാട് ഇന്റർവ്യൂകളുണ്ട്. ഈ ഇന്റർവ്യൂകൾ വാസ്തവത്തിൽ ഇത് നമുക്ക് കാര്യങ്ങൾ രാജീവിന്റെ ലേഖനങ്ങൾ വായിച്ച് മനസ്സിലാക്കാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി രാജീവൻ എഴുതുന്ന പഠന സഹായികളല്ല, അല്ലെങ്കിൽ ഒരു ചോദ്യകർത്താവിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി കൊടുക്കുന്ന ഒരു നല്ല കുട്ടിയല്ല രാജീവൻ. പക്ഷെ ഈ ഇന്റർവ്യൂകൾ നമ്മൾ കാണുന്നത് നിങ്ങൾ ചോദിക്കേണ്ട ശരിയായ ചോദ്യം എന്താണ് എന്നുള്ളതാണ് അതിനകത്ത്. അപ്പോഴത്തെ സംഭാഷണമോ ചർച്ചയോ ഒന്നുമല്ല ഈ ഇന്റർവ്യൂ. അതുകൊണ്ട് ഈ ഇന്റർവ്യൂകളാണ് ഈ രാജീവന്റെ ചിന്തയുടെ ഏറ്റവും വലിയൊരു, അതുകൊണ്ട് നമ്മുടെ ഇൻട്രഡക്ഷൻ ആണ്. കാരണം ശരിയായ ചോദ്യങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ് ഇന്ന് ചിന്തയുടെ, അല്ലാതെ ശരിയായ ഉത്തരങ്ങൾ തരിക, ശരിയായ ഉത്തരം തരിക എന്നുള്ളതല്ല ഇന്ന് ചിന്തയുടെ ഏറ്റവും അടിയന്തരമായ ധർമ്മം എന്ന് രാജീവൻ നമ്മളോട് പറയുന്നു. ഈ ഇന്ത്യയെ വീണ്ടെടുക്കുക എന്ന് പറയുന്ന ഈ പുസ്തകത്തിന്റെ പേര് ഇന്ന് നമുക്ക് വളരെ നടുക്കത്തോടു കൂടി മാത്രമേ നമുക്ക് ഇന്നത് വായിക്കാൻ പറ്റുകയുള്ളൂ. കാരണം ഇന്ത്യ വിടുക എന്ന് ബ്രിട്ടീഷുകാർക്ക് കൊടുത്ത ആജ്ഞയിലെ അധികാരവും നിശ്ചയദാർഢ്യവും ആവേശവും നമുക്ക് നഷ്ടപ്പെട്ടതുപോലെയാണ് ഇന്ന്. ഇന്ത്യ എന്ന പേരിൽ വീണ്ടെടുക്കപ്പെടുന്ന എന്തിനേയും സംശയത്തോടെയും ഭയത്തോടെയുമാണ് നാം കാണുന്നത്. ആ കുടത്തിൽ നിന്ന് ഏതൊക്കെ ഭൂതങ്ങളാണ് പുറത്തു വരിക എന്ന് ആർക്കറിയാം? ഇന്ത്യയെ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഇന്ത്യ കണ്ടെത്തൽ എന്ന് പറയുന്ന ഒരു നെഹ്റുവിയൻ പ്രോജക്റ്റ് ഉണ്ടായി. മറിച്ച് ഇന്ന് ഇന്ത്യയെ നിർമ്മിക്കൽ എന്ന് പറയുന്ന ഒരു ഫാസിസ്റ്റ് പ്രോജക്റ്റ്. ഈ രണ്ട് പ്രോജക്റ്റുകൾക്കിടയിലാണ് രാജീവൻ ഇന്ത്യ വീണ്ടെടുക്കൽ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് നമുക്ക് തരുന്നത്. ഇത് ഈ തലക്കെട്ട് കണ്ട ഉടനെ തന്നെ നമ്മൾ ഏത് ഇന്ത്യയാണ്, ആരുടെ ഇന്ത്യയാണ് വീണ്ടെടുക്കപ്പെടേണ്ടത് എന്ന് ചോദിച്ചേക്കാം. ഫിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർന്നപ്പോഴും ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു ഇടതുപക്ഷത്ത്. ഈ ആവശ്യം ഉന്നയിക്കാനുള്ള സമയമായില്ല എന്നതായിരുന്നു ഇടതുപക്ഷത്തിന്റെ നിലപാട്. ഫാസിസമാണ് പ്രധാന ശത്രു. ബ്രിട്ടൻ ഫാസിസത്തോട് പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ആവശ്യം ഉന്നയിച്ച് അവരുടെ വീര്യം കെടുത്തരുത്. ഇന്ന് ഇന്ത്യ വീണ്ടെടുക്കുക എന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ അത് കുറച്ച് താമസിച്ചു പോയി എന്നാണ് പരാതി. ഇസ്ലാമിക കൊളോണിയൽ ഭരണം തകർത്ത് കളഞ്ഞ ഭാരതത്തിന്റെ വീണ്ടെടുപ്പ് നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു. ഭാരതവർഷത്തിന്റെ സാംസ്കാരിക ദേശീയതയെ വീണ്ടെടുക്കുക എന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന നിലയായിരിക്കുന്നു. ഇന്ത്യയെ വീണ്ടെടുക്കുക ഇന്ന് ഫാസിസത്തിന്റെ മുദ്രാവാക്യമാണ്. ഈ അപകടത്തെ എല്ലാ തലങ്ങളിലും കൃത്യമായും വ്യക്തമായും തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ത്യൻ ഫാസിസത്തിന്റെ മുദ്രാവാക്യത്തെ അതിനെതിരെ അതിനൊരിക്കലും സാധ്യമാകാത്ത സ്നേഹവായ്പോടെയും സൃഷ്ടി വൈഭവത്തോടെയും പ്രയോഗിക്കുകയാണ് രാജീവൻ. ധൈര്യവും ബുദ്ധിയും ശുദ്ധിയുമുള്ള ചിന്തയ്ക്ക് ഇതിന് കഴിയും.
ഫാസിസം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് മേൽ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കപ്പെടുന്നതാണ് എന്നാണ് പൊതുധാരണ. മുതലാളിത്തം ജനാധിപത്യത്തിലൂടെ ജനങ്ങളെ ചൂഷണം ചെയ്ത് മതിയാകാതെ വരുമ്പോൾ അറ്റകൈക്ക് പയറ്റി നോക്കുന്ന അടിച്ചമർത്തലാണ് ഫാസിസത്തിന്റെ വാദം. അധികാര പ്രതിയന്മാർ മതം, വംശം തുടങ്ങിയ ഉപയോഗിച്ച് ജനത്തിനുമേൽ കുതിര കയറുന്നതാണ് ഫാസിസം എന്ന് ചിലർ. വ്യക്തി സ്വാതന്ത്ര്യത്തിലുള്ള ശ്രദ്ധ നഷ്ടപ്പെടുന്ന ജനങ്ങൾ പെട്ടുപോകുന്ന ചതിക്കുഴിയാണിതെന്ന് മറ്റു ചിലർ. എന്നാൽ ബഹുഭൂരിപക്ഷം ജനങ്ങൾ ഒരു വർഗീയ ഫാസിസ്റ്റിനെ വീണ്ടും വീണ്ടും അധികാരത്തിലേറ്റുമ്പോൾ ആ തീരുമാനത്തെ ഒരു മിനിമം ഗൗരവത്തോടെ കാണാൻ നാം നിർബന്ധിതരാകും. ഗൗരവത്തോടെ കാണുക എന്നാൽ അവരോട് യോജിക്കണമെന്നല്ല, വിയോജിക്കുക തന്നെ ചെയ്യണം. എന്നാൽ അവരുടെ തീരുമാനത്തിന്റെ ഗൗരവം കുറയ്ക്കുന്ന രീതിയിൽ അതിനെ വിശദീകരിച്ച് വഷളാക്കാതിരിക്കാനുള്ള മാന്യത നാം കാണിക്കണം. ജനങ്ങൾ അവരുടെ തന്നെ അധികാരത്തെ വെറുക്കുകയും വന്യതയോടെ പ്രയോഗിക്കുകയും ചെയ്തേക്കാം. മാത്രമല്ല, ജനങ്ങൾ നന്മയുടെ നിറകുടങ്ങളൊന്നുമല്ല. ജനങ്ങൾക്ക് സഹജമായ നന്മയിലുള്ള വിശ്വാസത്തിലല്ല ജനാധിപത്യം നിലനിൽക്കുന്നത്. ജനങ്ങൾക്ക് അവരോട് തന്നെയുള്ള വെറുപ്പിലും അവർക്കുമേൽ ഏൽപ്പിക്കുന്ന നാശത്തിലും പ്രകടമാകുന്ന അവരുടെ തന്നെ ശക്തികളിൽ കടന്നു പ്രവർത്തിച്ചുകൊണ്ട് മാത്രമേ ജനാധിപത്യത്തെ വീണ്ടെടുക്കാനാവൂ. സ്പിനോസ പറയുന്നത് പോലെ ഭയവും വെറുപ്പും പോലെ വിഷാദാത്മകമാണ് പ്രതീക്ഷയും. ജനങ്ങളെ അവർക്ക് തന്നെ നഷ്ടപ്പെടുന്ന മുഹൂർത്തങ്ങളിൽ ഭയവും പ്രതീക്ഷയുമില്ലാതെ അവരോടൊപ്പം നിൽക്കാനും അവരെ അഗാധമായി സ്നേഹിക്കാനും തയ്യാറാവുന്ന ചിന്തയാണ് രാജീവന്റേത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് ഭയപ്പാടും ഭ്രാന്തുമില്ലാതെ പറയാൻ കഴിയുന്ന ജനതയെ ഇന്ത്യ വീണ്ടെടുക്കുന്നത് എങ്ങനെ? പുരോഗമന വൃത്തങ്ങളിൽ ഇന്ത്യ എന്ന പേര് തന്നെ ചതുർത്ഥിയാണ്. ഇന്ത്യ എന്നത് ഒരു ദേശരാഷ്ട്ര സങ്കല്പമാണെന്നും അത് ആഖ്യാന നിർമ്മിതിയാണെന്നും അവർ വാദിക്കുന്നു. ബഹുലതയാണ് ആഖ്യാനങ്ങളുടെയും ആഖ്യാന നിർമ്മിതികളുടെയും പൊതു സ്വഭാവം. ഇന്ന് ഹിന്ദു ഇന്ത്യ എന്ന ആഖ്യാനം മറ്റ് ആഖ്യാനങ്ങളെ നിശബ്ദരാക്കുകയും പുറത്തു നിർത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ പുറന്തള്ളപ്പെട്ട ആഖ്യാനങ്ങളെ ഉൾപ്പെടുത്തി അവയുടെ ബഹുലതയെ ആഘോഷിക്കുകയാണ് വേണ്ടത്. ഇതാണ് ഇന്ന് പുരോഗമന വൃത്തങ്ങളിലെ ചർച്ച. ഹിന്ദു ഇന്ത്യ എന്ന കഥ മറ്റു പല കഥകളിൽ ഒന്നായി മുന്നോട്ട് വരുന്ന ഒരു പ്രശ്നമില്ല. ഏകത്വത്തിനെതിരെ നാനാത്വത്തെ മുന്നോട്ട് വയ്ക്കുകയാണ് ഇവിടെ. എന്നാൽ ഇതേ നാനാർത്ഥങ്ങളെയും തന്നെയാണ് ഹിന്ദു ഇന്ത്യവാദിയും മുന്നോട്ട് വയ്ക്കുന്നത്. ഏകശിലാരൂപങ്ങളായ അബ്രഹാമിക മതങ്ങളിൽ നിന്നും വ്യത്യസ്തമായി 30 മുക്കോടി ദേവീദേവന്മാരെയും സാംസ്കാരിക വൈവിധ്യത്തെയും മുന്നോട്ട് വയ്ക്കുന്ന ഒരേ ഒരു മതമാണ് ഹിന്ദുമതം. എല്ലാ വൈവിധ്യങ്ങളെയും ബഹുമാനിക്കുന്ന ഒരേ ഒരു മതമാണ് ഹിന്ദുമതം എന്നുള്ളതാണ് വർഗീയവാദിയുടെയും ആർഗ്യുമെന്റ്. അതുകൊണ്ട് തന്നെ ഈ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ഇന്ത്യയെ പുനർനിർമ്മിക്കാൻ. രാജീവിന്റെ ഇന്ത്യ കേന്ദ്രീകൃതമായ രാഷ്ട്ര ഭരണ സംവിധാനമോ മത സാംസ്കാരിക സത്വമോ ആഖ്യാന ബഹുലതയോ അല്ല. ഇന്ത്യ ഒരു ജനസഞ്ചയത്തിന്റെ പേരാണ്. വിനയചന്ദ്രനോട് പറഞ്ഞാൽ പേരിലിരിക്കുന്ന പെരുമാളാണ് ജനസഞ്ചയത്തിന്റെ ജൈവാധികാരം. ആഖ്യാനത്തിലെ പഴമയല്ല പേരിലെ പെരുക്കലും പെരുമയും. വാക്കും വസ്തുവും തമ്മിലുള്ള ബന്ധത്തിൽ എവിടെയാണ് പേരും പെരുമാളും തമ്മിലുള്ള പൊരുത്തം? വാക്കുകളും വസ്തുക്കളും എന്ന പുസ്തകത്തിൽ രാജീവൻ നേടിയ ഉൾക്കാഴ്ചകളെ തന്റെ നമ്മുടെ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ പ്രവർത്തനക്ഷമമാക്കുകയാണ് ഇന്ത്യയുടെ വീണ്ടെടുക്കൽ. പേരിന്റെ പൊരുൾ അത് കുറിക്കുന്ന വസ്തുവാണ്. കാരണം പേരും ആഖ്യാനവും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇന്ത്യ വീണ്ടെടുക്കൽ എന്ന് പറയുന്ന ഈ മുദ്രാവാക്യത്തെ മനസ്സിലാക്കാൻ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പേരുടെ തന്നെ ക്രിയയ്ക്ക് മുമ്പോ പേരെന്ന് പറയുന്നത് വസ്തുവിനെ കുറിക്കുന്ന ഒന്നാണ്. എന്നാൽ പേരുടെ തന്നെ കൃതിക്ക് മുമ്പോ വെളിയിലോ അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒന്നല്ല വസ്തു. വസ്തുവിനെ അതിലേക്ക് തന്നെ പല വസ്തുക്കളിൽ ഒന്നായി ഉണർത്തിയെടുക്കുന്നത് പേരിലൂടെയാണ്. പേരിലാണ് പെരുമാളിരിക്കുന്നത്, അല്ലാതെ വസ്തുവിനെ കുറിച്ചുള്ള നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങളിലോ അതിനെ ചൂണ്ടിക്കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വിവരണങ്ങളിലോ അല്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ സാധാരണ ഒരു പേരെന്ന് പറയുന്നത് ആ പേര് കുറിക്കുന്ന വസ്തുവാണ്. അത് പേരിടൽ എന്ന് പറയുന്ന ഒരു കർമ്മത്തിലൂടെ സാധ്യമാകുന്നതാണ്. പക്ഷെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പേരെന്ന് പറയുന്നത് ആ പേരിടപ്പെട്ട വസ്തുവിന്റെ ഒരു വിവരണമായി നമ്മൾ തെളിയിക്കും. ഉദാഹരണത്തിന് നമ്മൾ ദിലീപനായിട്ട് സംസാരിക്കാൻ വാൽമീകി എന്ന പേര് ആരെയാണ് കുറിക്കുന്നത്? നമ്മൾ പറയും രാമായണം എഴുതിയാണ്.
ഒരു പുതിയ ചരിത്രകാരൻ പറയുകയാണ് രാമായണം എഴുതിയത് വാൽമീകിയല്ല വ്യാസനാണെന്ന് പറഞ്ഞാൽ നമ്മുടെ രാമായണം എഴുതിയ വ്യാസനെയല്ല നമ്മൾ വാൽമീകിക്കുന്നത്. വാൽമീകിയെ നമ്മൾ വാൽമീകി തന്നെ എന്ന് വിളിക്കും. അങ്ങനെ ഒരു വസ്തുവിനെ പറ്റിയുള്ള എല്ലാ വിവരണങ്ങളും അപ്പുറത്താണ് ഈ പേരിന്റെ സാങ്കല്യം. വസ്തുവിനെ പറ്റിയുള്ള എല്ലാ വിവരണങ്ങളും വസ്തുത വിരുദ്ധമായി മാറാനുള്ള ഒരു സാധ്യത, ഈ സാധ്യതയെ താങ്ങി നിർത്തുന്ന ഒന്നാണ് വാസ്തവത്തിൽ നമ്മൾ പേരെന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വസ്തുക്കളിൽ നിന്നും വസ്തുതാവിരുദ്ധമായ സാധ്യതകളിലേക്കുള്ള വസ്തുവിന്റെ സാധ്യമായ പരിവർത്തനങ്ങളെ താങ്ങി നിർത്തുന്നത് പേരാണ്. ആ പേരിട്ട് വിളിക്കുന്ന ഒറ്റ അനിവാര്യത മാത്രമേ ആ വസ്തുവിനെ ഭരിക്കുന്നു. ഇന്ത്യ എന്ന സൂക്ഷ്മ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഞങ്ങൾ ജനങ്ങളുടെ ഇന്ത്യ എന്ന പ്രത്യക്ഷ യാഥാർത്ഥ്യത്തിലേക്ക് ധനാത്മകമായ പരിവർത്തനത്തിന്റെ വഴിയാണ് ഇന്ത്യ എന്ന പേര്. പേരിന്റെ പ്രയോഗം, പേരിന്റെ ഒരു പ്രധാനപ്പെട്ട ധർമ്മം ഒരു വസ്തുവിനെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഒരാളെ സംബോധന ചെയ്യുക എന്നുള്ളത് പേരിന്റെ ഒരു ധർമ്മം. ഇപ്പൊ ഞാനിപ്പോ രാജീവൻ എന്ന് വിളിച്ചാൽ അത് ചെയ്യുന്നത് രാജീവന്റെ ശ്രദ്ധ പിടിച്ചെടുക്കില്ല, രാജീവനെ സംബോധന ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ അല്ലാതെ രാജീവന് ഞാനൊരു വിവരം കൊടുക്കലോ രാജീവന്റെ പേര് രാജീവൻ എന്നാണെന്ന് രാജീവനെ പറഞ്ഞു മനസ്സിലാക്കുകയല്ല അതിലൂടെ ചെയ്യുന്നത്. എന്നാൽ രാജീവന്റെ ശ്രദ്ധ പിടിച്ചെടുക്കുന്ന എനിക്ക് രാജീവനെ ഒന്ന് തൊട്ട് രാജീവനെ എന്റെ നേരെ വിളിക്കാം. അത് പക്ഷേ ചെയ്യുന്നത് രാജീവനെ ഒരു വസ്തുവായി നമ്മൾ നോക്കുകയാണ്. പക്ഷെ രാജീവനെ ഒരു വസ്തുവായി, അല്ലെങ്കിൽ രാജീവന്റെ പറ്റിയുള്ള ഒരുപാട് വസ്തുതകളുണ്ട്. മലയാളത്തിലെ പ്രധാനപ്പെട്ട സാംസ്കാരിക വിമർശകനാണ്, ഇന്ത്യയെ വീണ്ടെടുക്കുന്ന പുസ്തകത്തിന്റെ കപ്പ്. ഇതെല്ലാം തെറ്റാണെന്ന് വിചാരിക്കും. ഇതെല്ലാം തെറ്റാവാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ രാജീവൻ എന്ന പേര് കൊണ്ട് വിളിക്കുന്നത്. അപ്പോ ഇവിടെ പേര് വസ്തുവിന്റെയോ വ്യക്തിയുടെയോ പരോക്ഷ യാഥാർത്ഥ്യത്തെയാണ് അഭിസംബോധന ചെയ്യുന്നത്. അതുപോലെ തന്നെ പേരിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സ്വഭാവം പേരും പേരിടൽ എന്ന കൃത്യമായിട്ടുള്ള ബന്ധമാണ്. പേരെന്ന് പറയുന്നത് എപ്പോഴും ഒരു സാമൂഹികമായതാണ്. കാരണം നമ്മൾ ഒരാളെ പേര് വിളിക്കുന്നത് ഞാനും ആ വസ്തുവും തമ്മിലുള്ള ഒരു സ്വകാര്യമായ ഇടപാടല്ല, എന്റെ മനസ്സിലുള്ള ഒരു സങ്കല്പമോ വിവരണത്തിലോ കൂടെയല്ല ഒരു വസ്തുവിന് പേരുണ്ടാകുന്നത്. നമ്മളൊരാളെ പേര് വിളിക്കുമ്പോൾ നമ്മളിത് ചെയ്യുന്നത് ആ വസ്തുവിന്റെ മറ്റൊരാൾ വിളിക്കുന്നത് പോലെ അവരെ വിളിക്കുക. അപ്പൊ മറ്റൊരാളുടെ ഒരു വിളി എന്ന് പറയുന്നത് ആണ് പേരിനെ പേരാക്കി മാറ്റുന്നത്. നമ്മൾ ഈ പേരിനെ പറ്റിയുള്ള ഈ ഒരുതരം പരന്ന തത്വചിന്താപരമായ ലോജിക്കൽ ഡിസ്കഷനിലേക്ക് നമ്മൾ പോകുന്നതിന് ഒരു പ്രാധാന്യമുണ്ട്. ഇന്ത്യയെ ശുദ്ധനാമമായി വെറും പേരായി, പേരിന്റെ പെരുമാളിനപ്പുറത്തുള്ള പെരുമാളായി തിരിച്ചറിയുന്നത് ഇന്ത്യയുടെ ഹിന്ദുവൽക്കരണത്തിനെതിരെയുള്ള സൂക്ഷ്മമായ രാഷ്ട്രീയ നീക്കമാണ്. ഇവിടെയാണ് ഞാൻ ഈ പേരിനെ പറ്റി കാരണം സവാർക്കർ ഹിന്ദുമത രാഷ്ട്രീയത്തെ മുന്നോട്ട് വെച്ചത് പേരിന്റെ രാഷ്ട്രീയമായിട്ടാണ്. എസൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ എന്ന് പറയുന്ന ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഹിന്ദു എന്ന സത്തയ്ക്ക് നാമത്തിന് ഹിന്ദു മതത്തിലോ പിൽക്കാലത്ത് ഭാരതവർഷം എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ അധികാര രൂപത്തിലോ ജാതി വ്യവസ്ഥ എന്ന സാമൂഹിക ഘടനയിലോ ഏതെങ്കിലും ഒരു ജീവിത സമ്പ്രദായത്തിലോ ഒന്നുമല്ല സവാർക്കർ ഈ ഹിന്ദു എന്നുള്ള പേരിന്റെ അടിസ്ഥാനം എന്താണ്. ഹിന്ദു എന്ന പേരിന്റെ അടിസ്ഥാനം ഹിന്ദു എന്ന് വിളിക്കപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ്. ഹിന്ദു എന്നത് സിന്ധു നദിക്കരയിൽ താമസിച്ചിരുന്നവരുടെ പേരാണ്. ഈ നദീതടത്തിൽ വേദോച്ചാരണങ്ങളോടെ യാഗം നടത്തി കഴിഞ്ഞിരുന്ന സാത്വികരായ ആര്യന്മാർ ആ പേര് സ്വയം വിളിച്ചിരിക്കാം. എന്നാൽ ആർക്കും സ്വയം പേരിടാനാവില്ല. പേരിന്റെ അടിസ്ഥാനം സാമൂഹികതയാണ്. ആരെങ്കിലും മറ്റൊരാളെ വേറെ ആരെങ്കിലും അതിനു മുന്നേ വിളിച്ചതുപോലെ വിളിക്കുന്നതാണ് പേര്. വിളിയിൽ നിന്നാണ് പേരുണ്ടാകുന്നത്. സവാർക്കർ ഹിന്ദുത്വയെ പറ്റിയുള്ള സവാർക്കറിന്റെ പഠനത്തിൽ തുടങ്ങുന്നത് തന്നെ റോമിയോ ആൻഡ് ജൂലിയറ്റിന്റെ ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന വാചകത്തോടു കൂടി തന്നെയാണ് തുടങ്ങുന്നത്. എന്നാൽ ഈ പേരിനെ ഭീകരമായ മതാധികാരത്തിനുള്ള ഉപാധിയായി മാറ്റി സവാർക്കർ. രാജീവന്റെ നോട്ടത്തിൽ ഇന്ത്യയിൽ സംഭവിച്ച ഏറ്റവും മാരകമായ മതപരിവർത്തനം ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്കോ മറിച്ചോ അല്ല,
നാനാവിധ ആചാരങ്ങളും സത്വബോധവുമുള്ള ഹിന്ദുക്കളെ കൊളോണിയൽ അധികാരം ഉണ്ടാക്കിയെടുത്ത ഏകശിലാരൂപമായ കൃത്യമായ അതിരുകളുള്ള ഹിന്ദുമതത്തിലേക്ക് മാർഗം കൂട്ടിയതാണ് ഏറ്റവും പ്രധാനമന്ത്രി. ഏതോ ഭൂതകാലത്തിൽ ആരുടെയൊക്കെയോ വിളികളിൽ പെരുത്ത പേരിനെ പുതിയൊരു മാമുദൂസികളുടെ മതാനുഷ്ഠാനത്തിലുള്ള വേദിയാക്കി മാറ്റി സവാർക്കർ. ഇവിടെയാണ് രാജീവന്റെ ചിന്തയുടെ ധൈര്യവും സൂക്ഷ്മതയും. സവാർക്കറുടെ ഹിന്ദു എന്ന പേരിനെതിരെ രാജീവൻ ഇന്ത്യ എന്ന പേരെടുത്ത് വയ്ക്കുന്നു. ഇതാണ് പേരിൽ പോലെ. പേരിന്റെ അർത്ഥമല്ല, അത് കുറിക്കുന്ന വസ്തു യാഥാർത്ഥ്യമല്ല, അതിലെ പരിവർത്തന സാധ്യതകൾ തമ്മിലുള്ള രാഷ്ട്രീയ നേരിടലാണിത്. സവാർക്കറെ അയാളുടെ തട്ടകത്തിൽ തന്നെ കടന്നുകയറി നേരിടുകയാണ് രാജീവൻ. എന്നാൽ നമ്മുടെ ഈ ഇടതു ലിബറൽ സെക്യുലർ വിമർശനം പേരിനെ അതിനോട് പറ്റി നിൽക്കുന്ന വിവരണങ്ങളുമായി കൂട്ടിപ്പൊഴിഞ്ഞു. എന്നിട്ട് പേരുകളുടെ ശരിയായ നിർവചനത്തിന് വേണ്ടി വാദപ്രതിവാദത്തിൽ ഏർപ്പെടുന്നു. ഇത് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ അവിടെ മുസ്ലിം എന്നുള്ള പേര് നോക്കിയാണ്. കാരണം ഇപ്പൊ മുസ്ലിം എന്നുള്ള പേര് ഒരു ഹിന്ദു വർഗീയവാദി ഉപയോഗിക്കുമ്പോൾ അത് ദേശദ്രോഹി എന്ന് പറയുന്ന ഒരു വിവരണവുമായി ബന്ധപ്പെടുത്തിയാണ് ഉപയോഗിക്കുന്നത്. ഉടനെ നമ്മൾ ഇടത്തിൽ സെക്യുലർ ആൾക്കാർ ചെയ്യുന്നത് ഈ വിവരണത്തെ നമ്മൾ ചോദ്യം ചെയ്യും. അത് ചോദ്യം ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും: ഒരുപാട് മുസ്ലിങ്ങൾ വാസ്തവത്തിൽ ദേശസ്നേഹികളായിട്ടുണ്ട്, കുറെ ഹിന്ദുക്കളെങ്കിലും ദേശദ്രോഹികളായിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിം എന്ന പേരിനെ ദേശദ്രോഹി എന്ന വിവരണവുമായി നിങ്ങൾ ഘടിപ്പിക്കുന്നു. നമ്മുടെ വിചാരം ഇത് ഹിന്ദു വർഗീയവാദിക്ക് അറിയില്ല. ഇത് ഹിന്ദു വർഗീയവാദി ഉടനെ ഇത് സമ്മതിച്ചത്. ഇത് തീർച്ചയായിട്ടും ചില വളരെ ഹിന്ദുക്കൾ ദേശദ്രോഹികളായിട്ടുണ്ട്. ഒരുപാട് നമ്മളറിയാവുന്ന ഒരുപാട് മുസ്ലിങ്ങൾ ദേശസ്നേഹികളാണ്. പക്ഷേ ചില മുസ്ലിങ്ങൾ ദേശദ്രോഹികളായിരിക്കുന്നത് അവർ മുസ്ലിങ്ങളായിരുന്നു. അതാണ് കാര്യം. കാരണം മുസ്ലിം എന്ന പേരിലാണ് പിന്നെ ചില കാരണം ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ ദേശദ്രോഹികളായിരിക്കുന്നത് ബാഹ്യ സാഹചര്യങ്ങളിലൂടെയാണ്. ചില മുസ്ലിങ്ങൾ ദേശസ്നേഹികളായിരിക്കുന്നത് നല്ല കാര്യം. പക്ഷേ ചില മുസ്ലിങ്ങൾ ദേശദ്രോഹികളായിരിക്കുന്നത് അവർ മുസ്ലിങ്ങളായതുകൊണ്ട് മാത്രമാണ്. അപ്പൊ ഈ ഒരു പേരിന്റെ ഈ സാഹചര്യം അതുകൊണ്ടാണ് രാജീവൻ ഇടതുപക്ഷ വിമർശനത്തിൽ നിന്ന് പ്രധാനമായി മാറി നിൽക്കുന്ന ഒരു ഘടകം രാജീവന്റെ വിമർശനം പ്രത്യയശാസ്ത്ര വിമർശനമല്ല. അത് ഹിന്ദുത്വയുടെ പ്രത്യയശാസ്ത്രത്തെ അല്ല രാജീവൻ പഠിക്കുന്നതും വിമർശിക്കുന്നത്. കാരണം പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് വിവരണങ്ങളാണ്. ശരിയായ വിവരണങ്ങൾ, വിവരണങ്ങളുടെ തെറ്റ്, പ്രാതിനിധ്യം, ഇതൊക്കെയാണ് വേണ്ടത്. മറിച്ച് സവാർക്കറുടെ ഏറ്റവും അപകടകരമായ ഗുണമെന്ന് പറയുന്നത് ഹിന്ദു എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വസ്തുതയല്ല, മറിച്ച് ഒരു പേരാണ് എന്ന് സ്ഥാപിക്കുന്നത്. ഇതിനെതിരെയാണ് പ്രത്യയശാസ്ത്ര വിമർശനങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഇന്ത്യയെ വീണ്ടെടുക്കുക എന്നുള്ള ഒരു മൂവ് രാജീവൻ ചെയ്യുന്നത്. ഇന്ത്യയെ കീഴാളരുടെ ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ഒരു പുതിയ വിവരണമല്ല രാജീവൻ ലക്ഷ്യമാക്കുന്നത്. കീഴാള രാഷ്ട്രീയത്തിൽ മാത്രമാണ് എല്ലാ തരത്തിലുള്ള പ്രത്യയശാസ്ത്ര വിശ്വാസങ്ങൾക്കും പാരമ്പര്യവാദങ്ങൾക്കും സാംസ്കാരിക വ്യാഖ്യാനങ്ങൾക്കും അപ്പുറം ഇന്ത്യയെ ഒരു ജനസഞ്ചയത്തിന്റെ പേര് എന്ന നിലയിൽ പ്രയോഗിക്കപ്പെടുന്നു. രാജീവിന്റെ ചില പ്രധാന വശങ്ങൾ ഇവിടെ തിരിക്കണം. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ പ്രത്യയശാസ്ത്ര വിമർശനം അല്ല. അതായത് ജനങ്ങൾക്ക് ശരി പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമല്ല രാജീവന്റെ ചിന്തയ്ക്കുള്ളത്. അത് ജനങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഒരു ശരിയായ ധാരണയുണ്ടെന്നുള്ള ഒരു ചിന്തകന്റെ വിശ്വാസം. അത് ജനങ്ങൾക്ക് ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അവർ പെട്ടുകിടക്കുന്ന അവസ്ഥയെ പറ്റിയുള്ള അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ള ഇതാണ്. ദുസ്സഹമായ ജീവിത സാഹചര്യങ്ങൾക്കെതിരെ കലാപം നടത്തുകയും തോൽവി ഏറ്റുവാങ്ങി പലപ്പോഴും വംശഹത്യയിലേക്കോ ആത്മഹത്യയിലേക്കോ പിൻവാങ്ങുകയും ചെയ്യുന്ന ജനങ്ങൾക്ക് കാര്യങ്ങളെ പറ്റി ശരിയായ ധാരണകൾ തന്നെ എന്നുള്ള ഒരു കൺവിക്ഷനാണ് ഇതിന് പറയുന്നത്. ഹൈന്ദവ വർഗീയത തലതിരിഞ്ഞ പ്രത്യയശാസ്ത്ര പ്രതിദാനമോ മയക്കുമരുന്നോ ഒന്നുമല്ല. എന്നാൽ അതൊരു കെണിയാണ്. പ്രത്യയശാസ്ത്രത്തിന് പകരം രാജീവൻ മുമ്പോട്ട് വയ്ക്കുന്നത് കെണി എന്ന് പറയുന്ന ഒരു
വിഭ്രാന്തിയല്ല, ഭാഗികമായി ശരിയായി അല്ലെങ്കിൽ തെറ്റായ വിവരണത്തെ പേരായി പ്രയോഗിക്കുന്നത് കെണിയാണ്. ഹിന്ദുവാദിയെ നേരിടാൻ എന്നോണം ഇന്ത്യൻ ജനതയുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ചരിത്രത്തെയും ഹിന്ദുമതം എന്ന ഏകത്വത്തിൽ ആരോപിക്കുന്നതിനെ അപഹസിക്കുന്ന ഇടത് ലിബറൽ പ്രത്യയശാസ്ത്ര വിമർശനം വർഗീയവാദി ഒരുക്കിയിരിക്കുന്ന പേരിന്റെ കെണിയിൽ പെട്ടുകിടക്കുകയാണ്. സാമ്പ്രദായിക മാർക്സിസത്തിൽ സംസ്കാരം ഉപരിഘടനയുടെ ഭാഗമാണല്ലോ. സമ്പത്തിന്റെ ഉത്പാദനം അടിസ്ഥാനമായിരിക്കുമ്പോൾ ഈ സാമ്പ്രദായിക ഈ പ്രത്യയശാസ്ത്ര വിമർശനത്തിൽ നിന്ന് രാജീവിന് മാറി നിൽക്കാൻ കഴിയുന്നത് അത് സമകാലീന രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ പോലുള്ള കൃത്യമായ ഒരു റീഡിംഗും കൂടെയാണ്. കാരണം ഈ മാർക്സിസം ഇതിനെയൊക്കെ ഈ വർഗീയവാദത്തിനെയൊക്കെ ഒരു സാംസ്കാരിക പ്രതിഭാസമായി കാണുമ്പോൾ ഒരു സമയത്തെ ചരിത്രത്തെ നിർണ്ണയിക്കുന്ന ഉത്പാദന ശക്തികളായി കാണുകയും മറിച്ച് സംസ്കാരത്തെ ഒരു റീപ്രൊഡക്ഷൻ പുനരുത്പാദന വ്യവസ്ഥയായി കാണുകയും ചെയ്യുന്നു. രാജീവൻ കൃത്യമായി കാണുന്നത് ഇന്നത്തെ ഗ്ലോബൽ ക്യാപിറ്റലിസം നിർണ്ണയിക്കുന്നത് ഈ ഉത്പാദന ബന്ധങ്ങൾ തന്നെ ഉത്പാദന ശക്തികളായി മാറുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പ്രത്യയശാസ്ത്രത്തിനും വിദ്യാബോധത്തിനും ഒന്നും രാഷ്ട്രീയമായ ഒരു സാങ്കത്യം നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഫാസിസത്തിന്റെ തിരിച്ചറിയൽ കാർഡുമായി ഇടതുപക്ഷ പോലീസിന്റെയോ വർഗീയ വിരുദ്ധ വാക്സിൻ എടുത്ത ഹിന്ദു വർഗീയതയെയോ അതേസമയം വേറൊരു നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, അതായത് വർഗീയതയ്ക്കെതിരെ വാക്സിൻ എടുത്ത ഒരു ചിന്തയാണ് ഇടതുപക്ഷ ചിന്ത. അപ്പൊ അതുകൊണ്ട് ഒരേ സമയം നമ്മൾ ഹിന്ദു വർഗീയവാദികളെ വിമർശിക്കുന്ന അതേ നാവ് കൊണ്ട് തന്നെ അതേ സംഭാഷണത്തിൽ നമ്മൾ മുസ്ലിം വർഗീയവാദികളെയും വിമർശിക്കണം. അങ്ങനെ ഒരു സ്വയം മാന്യത നേടിയെടുക്കുന്ന ഒരു ചിന്തയല്ല ഇത് രാജീവിന്റെ. കാരണം മുസ്ലിം എന്ന പേരിന്റെ അത് അടപ്പെട്ട് കിടക്കുന്ന പലതരത്തിലുള്ള കെണികളുടെ എങ്ങനെയാണ് ഇറാൻ മുതൽ ഈജിപ്ത് വരെ ഉണ്ടാക്കിയിട്ടുള്ള പ്രത്യേകമായ രാഷ്ട്രീയ ആത്മീയ മുന്നേറ്റങ്ങൾ ഏറ്റവും പ്രാകൃതമായ ഭരണങ്ങളിലേക്കും അടിച്ചമർത്തിയതിലേക്കും പോകുന്നതിനുള്ളതിന് അതിന് വേറൊരു പഠനവും ആ പേരിന്റെ രാഷ്ട്രീയം വേറൊരു തരത്തിൽ ഉന്നയിക്കപ്പെടേണ്ടതുണ്ട്. മറിച്ച് എല്ലാ വർഗീയതയെയും വിമർശിക്കുന്ന ഒരു മാന്യ മാധ്യമ സാന്നിധ്യമല്ല. മറിച്ച് ഗാന്ധിയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ബ്രിട്ടീഷുകാരെ വിമർശിക്കുമ്പോൾ ബ്രിട്ടീഷുകാർ പോലും പെട്ടുകിടക്കുന്ന ഒരു കെണിയിൽ നിന്ന് അവരെ കൂടെ മോചിപ്പിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു സമര രീതിയാണ് രാജീവിന്റേത്. ശത്രുവിനെ സ്നേഹിക്കുക എന്ന ക്രിസ്ത്യൻ സദാചാരമല്ലിത്. ശത്രുവിനെ വെറുക്കുക തന്നെ വേണം. എന്നാൽ വെറുപ്പ് ജീവശക്തിയുടെ അപജയമാണെന്ന വെറുപ്പും വിഷാദാത്മകവും ജീവശക്തിയുടെ അപയവുമാണെന്ന സ്പിനോസിയൻ പാഠം ഉൾക്കൊണ്ട ചിന്തയാണ് രാജീവന്റേത്. നാശോന്മുഖമെങ്കിലും വെറുപ്പിൽ അന്തസ്ഥിതമായിരിക്കുന്ന ശക്തിയെ ജീവോന്മുഖമായി പരിവർത്തിപ്പിക്കുന്നതാണ് സ്നേഹം. അല്ലാതെ വെറുപ്പ് നിർത്തി പെട്ടെന്ന് ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങുന്നതല്ല സ്നേഹം. വെറുപ്പിന്റെ തീവ്രഭാവത്തിലൂടെ മാത്രമേ പലപ്പോഴും സ്നേഹത്തിലേക്ക് നമുക്ക് പോകാനാവും. ഇത് വസ്തുത ഇന്ത്യൻ ചിന്തയുടെ പരിസരങ്ങളിൽ ഇത് വളരെ ചിന്തിക്കാൻ പറ്റുന്നുമില്ല. സാധാരണ എപ്പോഴും വർഗീയ ഫാസിസത്തിനെതിരെ മുസ്ലിങ്ങളോടുള്ള വെറുപ്പിനെതിരെയുള്ള അതെല്ലാം മാറ്റി അവരെ ചിന്തിപ്പിക്കണം. കാരണം ഇപ്പൊ സൂഫി ചിന്തയാണ് നമ്മൾ ഒരു മതസ്നേഹത്തിന്റെ ഭാഗമായി നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം ഈ സൂഫി ചിന്തയ്ക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാശ്മീരിൽ ഇപ്പോഴത്തെ സർക്കാർ സൂഫിസം അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ഒരു സെക്യുലറിസത്തിന്റെ പേരിൽ ആഘോഷിച്ചുകൊണ്ടിരുന്ന സൂഫിസം ഇന്ന് വർഗീയതയുടെ പേരിലുള്ള ഏറ്റവും വലിയ ആയുധമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വെറുക്കുന്ന ഒരു ജനതയെ നമ്മൾ വെറുക്കാൻ പാടില്ല. മറിച്ച് വെറുപ്പിനുള്ളിൽ തന്നെ ആവിഷ്കരിക്കപ്പെട്ട ചില ശക്തികളെ എങ്ങനെ പരിവർത്തിപ്പിക്കണം എന്നുള്ളതാണ്. അത് വാസ്തവത്തിൽ ഈ ഭാഗവത പുരാണത്തിൽ പറയുന്ന പോലെ സംരംഭ ഭയയോഗേന എന്നുള്ളതാണ്. അതായത് വെറുപ്പിനും ഭയത്തിനും കൂടെ നിനക്ക് മോക്ഷമുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ഭാഗവത പുരാണത്തിൽ പറയുന്ന ഒരു കഥ പെട്ടെന്ന് പറഞ്ഞാൽ ദേവിജയന്മാരെ ഭൂമിയിൽ നരന്മാരായി ജീവിക്കാൻ വേണ്ടി ശപിക്കുന്നു. അപ്പൊ അവർക്ക് ശാപമോക്ഷം ചോദിച്ചപ്പോൾ കിട്ടുന്ന ശാപമോക്ഷം, നിങ്ങൾ ദൈവത്തെ ഭജിച്ചാൽ നിങ്ങൾക്ക് 9 ജന്മങ്ങളുണ്ട്. നിങ്ങൾ ദൈവത്തെ
ദുഷിച്ചാൽ നിങ്ങൾക്ക് 3 ജന്മം കൊണ്ടും നിങ്ങൾക്ക് വീണ്ടും ദേവലോകത്തിലെത്താം. അപ്പോൾ അവർ വാസ്തവത്തിൽ ദൈവത്തെ ദുഷിക്കുക എന്നുള്ളതാണ് ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ആദ്യം അവർ ഹിരണ്യകശിപുവായിട്ട് ജനിക്കുന്നു. പക്ഷെ ഹിരണ്യകശിപുവിന് വിഷ്ണുവിനോടുള്ള ദേഷ്യം ആരെങ്കിലും വിഷ്ണുവിന്റെ നാമം ഉച്ചരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. അല്ലാത്ത സമയം അലംഭാവമാണ്. അതുകൊണ്ട് മോക്ഷം പൂർണ്ണമാകുന്നില്ല. പിന്നീട് രാവണനായി ജനിക്കുമ്പോൾ രാമനോട് വെറുപ്പുണ്ട്. പക്ഷെ അത് സീതയോടുള്ള സ്നേഹം കാരണം അല്പം ഡിസ്റ്റർബ് ആയിട്ടുള്ള വെറുപ്പാണ്. അവിടെയും കിട്ടുന്നില്ല. പിന്നീട് ശിശുപാലൻ ഒരു ശിശുവായിരിക്കുമ്പോൾ തന്നെ ഭാഷയുടെ തുടക്കം തന്നെ കൃഷ്ണനെ ദുഷിച്ചുകൊണ്ടാണ്. അപ്പോഴാണ് വാസ്തവത്തിൽ മോക്ഷം കിട്ടുന്നത്. അപ്പൊ ഇത് ഭാഗവതപുരാണത്തിൽ പറയുന്നത് ഒരു പ്രാണിയുടെ, ഒരു വണ്ടിന്റെ കെണിയിൽപ്പെട്ട് കിടക്കുന്ന ഒരു കീടം അതിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന പ്രാണിയോടുള്ള സൂക്ഷ്മമായ ശ്രദ്ധയിലൂടെ അതിനെ അതിജീവിക്കുന്നതിനെ പറ്റിയാണ്. അപ്പൊ ഇതുപോലെയുള്ള ഒരു വിധിന്യായത്തിൽ കൂടെ അല്ലെങ്കിൽ സ്നേഹത്തെ പറ്റിയുള്ള ഒരു ബാഹ്യമായ ഒന്നിൽ കൂടെ ഉള്ള ഒരു സ്നേഹമല്ല സ്പിനോസയിലും രാജീവനിലും നമ്മൾ കാണുന്നു. രാജ്യസ്നേഹം എന്ന ഫാസിസ്റ്റ് ക്രൂരതയ്ക്കെതിരെ ഇന്ത്യ എന്ന് പേരിട്ട് വിളിക്കുന്ന ഭാവശക്തിയിലേക്ക് രാജീവൻ സ്നേഹത്തെ സ്വതന്ത്രമാക്കുന്നുണ്ട്. ആധുനിക ലിബറൽ ചിന്തയ്ക്ക് അപരിചിതമാണ് ഈ സ്നേഹം. കാരണം ലിബറൽ ചിന്തയുടെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് സ്നേഹമല്ല, മറിച്ച് സൗഹൃദം, അതായത് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളതാണ് ലിബറൽ ചിന്തയുടെ അടിസ്ഥാനപരമായ രൂപം. ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഗ്രീക്ക് സമൂഹത്തിൽ പുരുഷന്മാരായ പൗരന്മാർ തമ്മിലുണ്ടായിരിക്കുന്ന ഒരു ബന്ധം. നമുക്കറിയാം, നമ്മൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ സാധാരണ ഞങ്ങൾ വെറും ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സ്നേഹത്തിലല്ല എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഞങ്ങൾ തമ്മിൽ ലൈംഗിക ബന്ധമില്ല എന്നാണ്. അപ്പോൾ അത് നമ്മുടെ സൈക്കോളജിസ്റ്റ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ലൈംഗികത എന്ന് പറയുന്നത് ഒരു ബന്ധമല്ല എന്ന് പറയും. മറിച്ച് പ്രണയം അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത് ഈ ലൈംഗികതയുടെ ഈ ആന്തരികമായ വൈരുദ്ധ്യം. ലൈംഗികത എന്ന് പറയുന്ന ഒരു ബന്ധമല്ല, ലൈംഗിക ബന്ധം അസാധ്യമാണ് എന്നുള്ളതിനെ നേരിടുന്ന ഒന്നാണ് സ്നേഹം അല്ലെങ്കിൽ പ്രേമം എന്ന് പറയുന്നത്. മറിച്ച് ഈ പ്രശ്നത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ലൈംഗികതയുടെ തന്നെ ഇമേജുകൾ ഉപയോഗിച്ചുകൊണ്ട് പുരുഷന്മാർ തമ്മിൽ ഉണ്ടാക്കുന്ന ബന്ധമാണ് സൗഹൃദത്തിന്റെ അടിസ്ഥാനം. നമ്മൾ ആദ്യം ഗ്രീക്ക് ജനാധിപത്യം എടുത്തു കഴിഞ്ഞാൽ ഗ്രീക്ക് ജനാധിപത്യത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട സങ്കല്പം പൗരന്മാരുടെ ഈ സൗഹൃദമാണ്. ഈ സൗഹൃദത്തിൽ ഏർപ്പെടുന്ന പുരുഷന്മാരുടെ ഒരു സ്വഭാവം, അവർ ഗ്രീക്ക് പൗരന്മാർ, ഗ്രീക്ക് പുരുഷന്മാർ ആദ്യമായി സ്ത്രീയിൽ നിന്നും ലൈംഗിക ബന്ധത്തിൽ നിന്നും ഉണ്ടായവരല്ല. അതാണ് ഓട്ടോചോമി എന്ന് പറയുന്നത്. അവർ സ്വയംഭൂക്കളായിട്ടുള്ള പുരുഷന്മാരാണ്. അതാണ് അവരുടെ സ്വയംഭൂക്കളായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ പിറക്കാത്ത പുരുഷന്മാർ തമ്മിലുള്ള സൗഹൃദ ബന്ധം എന്നുള്ളതാണ് പാശ്ചാത്യ ഗ്രീക്ക് ജനാധിപത്യ സങ്കല്പത്തിന്റെ അടിസ്ഥാനം. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് വാസ്തവത്തിൽ പ്രേമിക്കുന്നവരോട് പോലും നമ്മൾ പറയുന്നത് നിങ്ങൾ അടിസ്ഥാനപരമായി നല്ല സുഹൃത്തുക്കളായിരിക്കണം. പ്രണയത്തിന്റെ ഒരു അടിസ്ഥാന നില എന്ന് പറയുന്നത് സുഹൃത്തുക്കളായിരിക്കണം. നിങ്ങൾ പരസ്പരം ബഹുമാനിക്കണം, മറ്റേയാളെ വ്യക്തിയായി നിങ്ങൾ കണക്കാക്കണം. പക്ഷെ പ്രണയത്തിന്റെ യഥാർത്ഥ ഇതൊന്നും അല്ല എന്നാണ് സ്പിനോസ തിരിച്ചറിയുന്നതും രാജീവൻ ചർച്ച ചെയ്യുന്ന ഈ സ്നേഹവും. അത് സൗഹാർദ്ദമല്ല അതിന്റെ രൂപം. ആ നിലയിലാണ് ഒരു പുതിയ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള അന്വേഷണമായി ഇത് മാറുന്നത്. ഇത് ഗാന്ധി ഇത് തിരിച്ചറിഞ്ഞ ഒരാളാണ് ഗാന്ധി. കാരണം ബ്രഹ്മചര്യം എന്ന് പറയുന്ന പ്രശ്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മുൻപന്തി, അതിന്റെ ഏറ്റവും അവശ്യവൃതമായിട്ട് ഗാന്ധി അറിയും. ഇത് ഗാന്ധിക്ക് ലൈംഗികതയിലുള്ള താല്പര്യമില്ലായ്മയാണെന്നുള്ളത്. കാരണം ലൈംഗിക ബന്ധത്തിലുള്ള പരീക്ഷണങ്ങൾ എപ്പോഴും നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ് ഗാന്ധി. നവഖലിയിൽ വലിയ വർഗീയതകളെ ഉണ്ടാവുകയും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഗാന്ധിയെ വെറുക്കുകയും ചെയ്യുന്ന സമയത്ത് ഗാന്ധി ഒറ്റയ്ക്ക് മുസ്ലിം ഹിന്ദു ഭവനങ്ങളിലേക്ക് പോകുന്നു. നമ്മൾ വിചാരിക്കുന്ന അവിടെ ചെന്ന് ഗാന്ധി കമ്മ്യൂണൽ ഹാർമണിയെ പറ്റി സംസാരിച്ചു. അല്ല,
ഗാന്ധി അവിടെ പോയി സംസാരിച്ചത് ഗാന്ധി നടത്തിക്കൊണ്ടിരുന്ന ലൈംഗിക പരീക്ഷണങ്ങളായിരുന്നു. ഗാന്ധിയുടെ ജീവിതത്തിലെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള സാധനത്തെ അവരുടെ മുമ്പിൽ തുറന്നു വയ്ക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ഈ രാജീവൻ നമുക്ക് പറഞ്ഞു തരുന്ന ഈ ഭാവ തീവ്രതയുടെ പ്രശ്നം, സൗഹൃദങ്ങളെ അതിക്രമിക്കുന്ന ഈ ഭാവ തീവ്രതയുടെ പ്രശ്നം, ഇത് നമ്മൾ ഗാന്ധിയിൽ കാണുന്നുണ്ട്. ഇതുപോലെ തന്നെ അംബേദ്കർ മൈത്രി എന്ന സങ്കല്പം ബുദ്ധിസത്തിൽ നിന്ന് എടുക്കുമ്പോൾ അതും ഈ മൈത്രിയും ഇതുപോലെ ഒരു സൗഹൃദമല്ല. കാരണം മൈത്രി എന്ന് പറയുന്ന ബുദ്ധിസത്തിൽ സ്വയം ഹനിക്കാൻ തയ്യാറാവുന്ന ഒരാൾക്ക് മറ്റുള്ളവരോടുള്ള കരുണയാണ്, മറ്റുള്ളവരോടുള്ള താല്പര്യമാണ് ഇത്. കാരണം ഈ ബന്ധത്തിൽ നിന്ന് വിച്ഛേദിച്ചു പോകാൻ ആത്മീയമായി തയ്യാറായ ഒരാൾക്ക് മാത്രം മറ്റുള്ളവരോട് കാണിക്കുന്ന കരുണയാണ് ഈ മൈത്രി എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു പരിസരത്തിൽ നിന്നുകൊണ്ട് രാജീവൻ ചെയ്യുന്നത് നമ്മുടെ ശത്രുവിനെ, അത് സവാർക്കറായാലും വർഗീയവാദിയായാലും നമ്മുടെ ശത്രുവിന്റെ ഏറ്റവും അടുത്ത് പോയി അതിനെതിരെയുള്ള എല്ലാ തരത്തിലുള്ള പ്രതിരോധങ്ങളെ മാറ്റിക്കൊണ്ട് ശത്രുവിന്റെ ഏറ്റവും അടുത്ത് പോയി നിന്ന് ആ ശത്രുവിന്റെ ശക്തികളെ നമ്മുടെ ശക്തിയായി പരിവർത്തിപ്പിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയം. ഇത് ഫാസിസത്തിലുള്ള സമരത്തിന്റെ ചരിത്രത്തിലുള്ളത് തന്നെയാണ്. ഇപ്പൊ നമ്മൾ ബെഞ്ചമിനെ പോലെയുള്ള ഒരു ചിന്തകനെ എടുത്തു കഴിഞ്ഞാൽ നാസികളിൽ നിന്ന് ഫാസിസത്തിനെ പറ്റി നമ്മളെ ഏറ്റവും ആഴത്തിൽ പഠിപ്പിക്കുകയും എന്നാൽ നാസികളാൽ വേട്ടയാടപ്പെടുന്ന ഒരു ചിന്തകനാണ് വാട്ടർ ബെഞ്ചമിൻ. പക്ഷെ വാട്ടർ ബെഞ്ചമിൻ ഏറ്റവും സൂക്ഷ്മമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത് നാസികളുടെ നിയമവിദഗ്ധനായിരുന്ന കാൾഷ്മിത്തിനെയാണ്. കാൾഷ്മിത്തിനെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയ ഒരേ ഒരാളായി കരുതിയിരുന്നത് വാട്ടർ ബെഞ്ചമിൻ എന്ന ജൂതനെ, മാർക്സിസ്റ്റിനെ. ഇതേപോലെ തന്നെ വാട്ടർ ബെഞ്ചമിൻ ആത്മഹത്യയിലേക്ക് ഓടിപ്പോകുന്ന സമയത്ത് തന്റെ ഫിലോസഫിക്കൽ നോട്ട്സ് ഓൺ ഹിസ്റ്ററി സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നത് മറ്റു മാർക്സിസ്റ്റുകാരെയല്ല, മറിച്ച് മാർക്സിസ്റ്റ് വിരുദ്ധയായിരുന്ന അന്ന അരന്തിനെയാണ് ഏൽപ്പിക്കുന്നത്. അതേസമയം അന്ന അരന്ത് എന്ന് പറയുന്നത് ഏറ്റവും വലിയ നാസി ചിന്തകനായ ഹൈഡഗറുടെ ശിഷ്യയാണ്. അപ്പൊ ഇങ്ങനൊരു പ്രത്യേക ഒരു തരത്തിലുള്ള ഒരു സൗഹാർദ്ദ ഒരു ഇടത്തിലാണ് ഈ ചിന്ത നടക്കുന്നത്. അപ്പൊ ഇതിനൊന്നല്ലാതെ ഓരോരുത്തരും അവരുടെ പക്ഷത്തിൽ നിന്ന് സുരക്ഷിതമായി ചെയ്യുന്ന ഒന്നോ അല്ലെങ്കിൽ മറ്റ് പരിപ്രേക്ഷ്യങ്ങളിലേക്ക് തുറന്നിരിക്കുന്ന ചർച്ചയോ അല്ല ഇവിടെ ചിന്ത. ഇതുപോലെ രാജീവന് ഏറ്റവും പ്രിയപ്പെട്ട ഡെലൂസിന്റെ ചിന്ത ഇന്ന് ആക്സിലറേഷനിസ്റ്റ് എന്നറിയപ്പെടുന്ന ഏറ്റവും തീവ്ര വലതുപക്ഷത്തിന്റെ മുഖമുദ്രയായ ഒരു ചിന്തയാണ്. അവർക്ക് ഏറ്റവും പ്രചോദനം കൊടുക്കുന്ന ചിന്തയാണ്. അതുപോലെ തന്നെ ഇസ്രായേലി പോലീസ് ഏറ്റവും ശ്രദ്ധയോടുകൂടി വായിക്കുന്ന ഒരു ചിന്തകനാണ് ഡെലൂസ്. അപ്പൊ എന്താണ് നമ്മൾ പറയുന്നത്? അതുകൊണ്ട് നമ്മൾ ഈ ശരിയായ ഡെലൂസ് ഏതാണ്, അവരുടെ ചിന്തകൾ തെറ്റാണ് എന്നുള്ളതല്ല പ്രശ്നം. കാരണം രാജീവൻ ഒരു വ്യാഖ്യാനമല്ല രാജീവന്റെ മാർഗം. ചില ചിന്തകരുടെ മാർഗം നിർദ്ധാരണമാണ്, ലോജിക്കലായിട്ട് റെഡിയില്ല. അതല്ലെങ്കിൽ വ്യാഖ്യാനങ്ങളാണ്, ശരിയായ അർത്ഥം കണ്ടുപിടിക്കാനുള്ള വ്യാഖ്യാനം. ഇത് രണ്ടുമല്ല രാജീവൻ ചെയ്യുന്നത്. മറ്റ് രാജീവൻ ഇത്തരം സാധ്യതകളിലേക്ക് പൂർണ്ണമായും തുറന്നിരിക്കുകയും അവിടെയുള്ള പരിവർത്തന സാധ്യതകൾ കണ്ടെത്തുകയുമാണ്. ഇതാണ് നമുക്ക് ഇന്ന് ഇല്ലാതെ പോകുന്നത്. കാരണം ഈ അടുത്തിടയ്ക്ക് കേരളത്തിൽ സവാർക്കറെ സിലബസിൽ ഉൾപ്പെടുത്തുന്നതിനെ പറ്റി ഒരു ചർച്ചയുണ്ട്. അപ്പൊ ആൾക്കാർ ഒന്നാമതൊരു പ്രധാന ഇടതുപക്ഷ നിലപാടെന്ന് വേണ്ട പിള്ളേരെ നമ്മൾ അപകടകരമായ ഇത്തരം ചിന്തകളിലേക്കൊന്നും തുറന്നു വിടേണ്ട കാര്യമില്ല, അനാവശ്യമായ സവാർക്കർക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. മറ്റൊരു നിലപാടെന്ന് പറയും, ഇല്ല, കുട്ടികൾ സവാർക്കറെ എതിർക്കാൻ വേണ്ടി നമ്മൾ സവാർക്കറെ പഠിപ്പിക്കണം, സവാർക്കർ തെറ്റാണെന്ന് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. ഈ രണ്ട് ഓപ്ഷനും അല്ല. സവാർക്കറെ അയാളുടെ തട്ടകത്തിൽ പോയി പേരിന്റെ രാഷ്ട്രീയത്തെ മറ്റൊരു പേരിന്റെ രാഷ്ട്രീയം കൊണ്ട് നേരിടുമ്പോൾ രാജ്യം ഇതൊന്നുമല്ല ചെയ്യുന്നത്. ചുരുക്കൽ അടുത്ത ഒരു പ്രധാനപ്പെട്ട പരികല്പന രാജീവൻ ഉന്നയിക്കുന്ന ജനസഞ്ചയം എന്നതാണ്. ഈ ജനസഞ്ചയം എന്ന് പറയുന്നത് നമുക്ക് സെൻസസിൽ എണ്ണി തീർക്കാവുന്ന ഒരു ജനമല്ല. അതേപോലെ തന്നെ ഇത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പൊതു ഇച്ഛയോ അല്ലെങ്കിൽ ഒരു കൂട്ടമോ ഗണമോ ഒന്നുമല്ല. നമ്മുടെ രാഷ്ട്രീയ
രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പൊതുജനേച്ഛ എന്നുള്ള ഒരു, അതായത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് സ്വയം ഒരു ഭരണഘടന കൊടുക്കുന്ന ഇത് പാശ്ചാത്യ രാഷ്ട്രീയ ചിന്തയുടെ അടിസ്ഥാനം തന്നെ ഇത്തരത്തിലുള്ള ഒരു പൊതുജനേച്ഛയാണ്. അപ്പൊ ഈ പൊതുജനേച്ഛയുടെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ജനങ്ങളെ തന്നെ വിശ്വാസമില്ലാത്തത്. അതായത് ജനങ്ങൾ നിയമം കയ്യിലെടുത്തു. അതുകൊണ്ട് ഈ പൊതുജനേച്ഛയുടെ പ്രകടനം വി ദ പീപ്പിൾ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ജനങ്ങൾ ചെയ്യുന്നത് അവരുടെ തന്നെ ശക്തിയെ നിയന്ത്രിക്കാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് എന്റെ നിയന്ത്രണം ഞാൻ തന്നെ, എന്നെ നിയന്ത്രിക്കാനുള്ള നിയമങ്ങൾ ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ് എന്റെ സ്വാതന്ത്ര്യം എന്ന് കരുതുകയാണ്. അപ്പൊ ഈ ഒരു ചിന്തയുടെ പരിസരത്ത് നിന്ന് മാറി നിൽക്കുകയാണ് രാജീവൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചിന്തയുടെ പരിസരത്ത് നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ഉള്ള ഒരു പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് പ്രതിനിധാനമാണ്, റെപ്രസെന്റേഷൻ. നമ്മൾ നമ്മുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയും അവർ വിദഗ്ധന്മാരോട് ആലോചിച്ച കാര്യങ്ങളൊക്കെ ചെയ്യും. 5 വർഷത്തിലൊരിക്കൽ നമുക്ക് ഈ പ്രതിനിധികളെ മാറ്റാം, എന്നിട്ട് വേറെ തരത്തിലുള്ള ഒരു അജണ്ടയെ പറ്റി അവരുമായി സംസാരിക്കാം. പക്ഷെ ഇതെല്ലാം ജനങ്ങളുടെ ശക്തിയെ അവരിൽ നിന്ന് മാറ്റി നിർത്തുന്ന രീതിയിലാണ് ജനാധിപത്യത്തെ പറ്റി സംസാരിക്കുന്നത്. ഇതിനെതിരെയാണ് കേവല ജനാധിപത്യം എന്ന ആശയം രാജീവൻ മുമ്പോട്ട് വയ്ക്കും. അബ്സല്യൂട്ട് ഡെമോക്രസി. അപ്പൊ അബ്സല്യൂട്ട് ഡെമോക്രസി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതൊക്കെ വല്ല ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങളിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു പഞ്ചായത്ത് പോലെയുള്ള ഒരു പരിപാടിയാണ്, എല്ലാവരും ഒന്നുകൂടി നേരിട്ട് ചിന്തിക്കുക എന്നുള്ളത്. പക്ഷെ അതല്ല. കാരണം ഏറ്റവും മാധ്യമങ്ങൾ ഏറ്റവും ശക്തമാകുന്ന, ഏറ്റവും ഇന്റൻസ് ആയിട്ടുള്ള ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻസ് വരുന്ന, ചിഹ്ന വ്യാപാരങ്ങളെ നേരിട്ട് ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരു ക്യാപിറ്റലിസത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് ഈ അബ്സല്യൂട്ട് ഡെമോക്രസിയെ പറ്റി രാജീവൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേവല ജനാധിപത്യം ഏറ്റെടുക്കുന്ന ജനസഞ്ചയവും പ്രാതിനിധ്യ രൂപത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കുകയും സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഈ ഞങ്ങൾ ജനങ്ങൾ തമ്മിലുള്ള ഒരു വിടവുണ്ട്. ഈ വിടവിലാണ് നിന്നാണ് നമുക്ക് ജനസംഖ്യത്തെ പറ്റി ചിന്തിക്കുന്നത്. കാരണം ഈ വിടവിലാണ് ലഹളയും കലാപവും തമ്മിലുള്ള വ്യത്യാസം. ഒരു കലാപം ലഹളയായി മാറുന്നത് ഈ വിടവിലുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കേവല ജനാധിപത്യം എന്ന് പറയുന്നത് ടെറർ ആണെന്ന് ഹെഗൽ പറയുന്നത്, ജാക്കോബിയൻ ടെറർ ആണെന്ന് ഹെഗൽ പറയുന്നു. മറിച്ച് അങ്ങനെയല്ല. ഇത് പറയുമ്പോൾ അതായത് യാതൊരു തരത്തിലുള്ള ഉടമ്പടികളും അല്ലാത്ത ഒരു സംഘത്തെ പറ്റിയുള്ള ചിന്തയാണ് ഇത് കേവല ജനാധിപത്യം മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷെ ഈ എന്താണ് അപ്പൊ നമ്മൾ കാണിക്കുന്നത് ഇങ്ങനെ ഒരു കേവല ജനാധിപത്യം, പ്രതിനിധാനമില്ലാത്ത ഭരണം, ഒരു ഉടമ്പടികൾക്ക് വെളിയിലുള്ള ഒരു ജനങ്ങളുടെ അധികാരം എന്ന് നമ്മൾ പറയുമ്പോൾ എപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള ഒന്നാമത് ഇത് ചെറിയ സമൂഹങ്ങൾക്ക് പറ്റിയ ഒന്നാണ്. അതല്ല, ഇത് സ്ഥാപനങ്ങളില്ലാത്ത ഒരു നേരിട്ടുള്ള ജനാധിപത്യമാണ്. അതുമല്ല, അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഇത് എന്താകും എന്നുള്ള ചോദ്യം. അപ്പൊ അത് അങ്ങനെ അല്ലാത്ത സാധ്യത എന്ന് പറയുന്നത് ഈ പാശ്ചാത്യ രാഷ്ട്രീയ ചിന്തയുടെ ഏറ്റവും ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്, അതായത് നമ്മൾ എവിടെ നിന്നാണ് നമ്മൾ രാഷ്ട്രീയത്തെ പറ്റി ചിന്തിച്ചു തുടങ്ങുന്നത്? അത് വ്യക്തികളായ മനുഷ്യർ തമ്മിലുള്ള പോരാട്ടം. അതായത് സ്വന്തം താല്പര്യത്തിന് വേണ്ടി പോരാടുന്ന മനുഷ്യർ സ്വന്തം താല്പര്യം സംരക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഒരു ഭരണഘടന ഉണ്ടാക്കി വേറൊരാളെ ഭരണം ഏൽപ്പിക്കുന്നതാണെന്നുള്ള ഒരു ചിന്തയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും ആൾക്കാർ സമരത്തിൽ പോയി കഴിഞ്ഞാൽ ഇത് പഴയതിലുള്ള പ്രാകൃതമായ ഒരു സമരത്തിലേക്കുള്ള തിരിച്ചുപോകണം. അപ്പൊ സമരം എന്ന് പറഞ്ഞാൽ പ്രാകൃതമായ ഒരു ഒന്നിലേക്കുള്ള തിരിച്ചുപോകലാണെന്നുള്ള ഒരു സങ്കല്പമാണ്. ഇതിനെതിരെയാണ് മാർക്സ് ചരിത്രം എന്ന് പറയുന്ന വർഗസമരങ്ങളുടെ ചരിത്രമാണെന്ന് പറയുമ്പോൾ ഇതിനെതിരെയാണ് സമരങ്ങളുടേതായ അല്ലെങ്കിൽ സിവിൽ വാറിന്റേതായ ഒരു പുതിയ ചരിത്രം ഉണ്ടായിരുന്നു. അതായത് അടിസ്ഥാനപരമായി സമരങ്ങളുടെ ചരിത്രമാണെന്ന് പറയുമ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഹോബ്സിയൻ രീതിയിലുള്ള വ്യക്തികളുടെ സമരമല്ല,
മറിച്ച് ചരിത്രത്തിൽ നാം കാണുന്ന ഇത്തരം സിവിൽ അടിസ്ഥാനപരമായ ഈ ജനസഞ്ചയത്തിന്റെ രൂപം, കാരണം വളരെ അലമ്പുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ ജനസഞ്ചയം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ കരുതുന്ന പോലെ ഒരു പഞ്ചായത്തിൽ ഇരുന്ന് തീരുമാനങ്ങൾ എടുക്കുന്നതല്ല. അപ്പൊ ഈ ഇത്തരം ജനസഞ്ചയങ്ങളുടെ ഒരുപാട് ഈ ഒന്നാമത് ഒരു വ്യക്തികൾ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പലപ്പോഴും സംഘങ്ങളിലാണ് ഈ കലാപങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പൊ 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ നടന്ന കമ്പോള ലഹളകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദരിദ്രരായ ആൾക്കാർ ധാന്യങ്ങൾ പിടിച്ചെടുത്ത് ഉപയോഗിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അവര് അത് വിനിമയം ചെയ്യാനും വിൽക്കാനും ഉള്ള എല്ലാ അധികാര ബന്ധങ്ങളും അവരേറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ 16-ാം നൂറ്റാണ്ടിലെ ഫ്രാൻസിലെ ന്യൂബൾ ലഹള എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ജനങ്ങൾക്ക് നേതാവില്ല, പക്ഷെ നേതാവില്ലാതെ ഒരു അധികാരം എങ്ങനെ ഉണ്ടാവും? അതുകൊണ്ട് ഒരു കാര്യവുമില്ലാത്ത ഒരാളെ നേതാവെന്ന് സങ്കല്പിച്ച് അയാളുടെ ആജ്ഞകൾ ശിരസ വഹിക്കുന്നു എന്ന മറ്റ് ജനങ്ങൾ അവർക്ക് വേണ്ടത് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോ നമ്മൾ ബ്രസീലിലെ സാപ്പത്തിസ്റ്റ മൂവ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ നേതാവ് മുഖംമൂടി വെച്ച ഒരാളാണ്. അത് നേതാവ് ആരാണെന്ന് സ്വയം ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു നേതാവാണ്. കാരണം ഓരോ സമരം കഴിയുമ്പോഴും അപ്രത്യക്ഷമാകാൻ സന്നദ്ധനായിട്ടുള്ള ഒരു നേതാവാണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്രിയാത്മകമായ ഇടപാടുകളിൽ കൂടെ പോകുന്ന ഒരു ഇതിനെയാണ് രാജീവൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഗാന്ധി, അംബേദ്കർ, മാർക്സ്, ഫൂക്കോ, ഡെലൂസ്, നെഗ്രി തുടങ്ങിയ വളരെ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുത്ത കുറെ ചിന്തകളിലൂടെയാണ് രാജീവൻ ഇവരെ നമുക്ക് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. ഇവരെ നമുക്ക് മലയാളികൾക്ക് വേണ്ടി വ്യാഖ്യാനിച്ചു തരികയല്ല രാജീവൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ യഥാർത്ഥ മാർക്സ് ആരാണ്, യഥാർത്ഥ ഗാന്ധി ആരാണ് എന്നുള്ള തർക്കവുമല്ല രാജീവൻ ചെയ്യുന്നത്. മറിച്ച് രാജീവൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. അതായത് രാജീവന്റെ ഒരു അടിസ്ഥാന നില എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഉത്തരം കൊടുക്കുക എന്നുള്ളതല്ല ചിന്തയുടെ കർമ്മം. ജനങ്ങളുടെ കയ്യിൽ ഉത്തരങ്ങളുണ്ട്. ഈ ഉത്തരങ്ങൾക്ക് പറ്റിയ ചോദ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് രാഷ്ട്രീയത്തിന്റെ ധർമ്മം. എന്തിനാണ് ഉത്തരങ്ങളുള്ള സമയത്ത് ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്? കാരണം ചോദ്യങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യരുടെ ഉത്തരങ്ങളെ ക്രോഡീകരിക്കാനും അതിനെ പുതിയ തരത്തിലുള്ള ഉത്തരങ്ങളിലേക്ക് നയിക്കാനുമുള്ള ഒരു റെക്കോർഡിംഗ് ഡിവൈസ് ആണ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഈ ചോദ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ചിന്തയാണ് ഇവരിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരുടെ സങ്കല്പനങ്ങളെ നമ്മൾ അങ്ങനെ തിരിച്ചറിയേണ്ടതുണ്ട്. ഇപ്പൊ 5 മിനിറ്റൂടെ ഇപ്പൊ ഗാന്ധിയെയും അംബേദ്കർ, മാർക്സ് ഇങ്ങനെ ചിന്തയുടെ തലത്തിൽ വളരെ അകലത്തിൽ നിൽക്കുന്നവരെ മാർക്സ് എങ്ങനെയാണ് രാജീവൻ ഒരുമിച്ച് കൊണ്ടിരുന്നുള്ളത് വളരെ രസകരമായിരുന്നു. അത് ദിലീപൻ പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് കോമൺ ആയിട്ടുള്ള ഒരേ ഒരു കാര്യം, ഇന്ന് നടക്കുന്ന സമരങ്ങളിൽ ഇവരുടെ പേരുകൾ ഉന്നയിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതിന്റെ മാത്രം ആവശ്യമേ ഇത് അതിൽ കൂടെയാണ് ഇവരൊരു പൊതുചിന്തയുടെ ഭാഗമായി മാറുന്നത്. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ ഒരു സമരത്തിൽ വരുന്നവർക്ക് പരസ്പരം ഇരിക്കാനും പരസ്പരം പരിണമിക്കാനും പരസ്പരം പരിവർത്തനങ്ങൾക്ക് വിധേയമാകാനുമുള്ള ഒരു ഉപായമാണ് ഈ ചിന്തകരുടെ സ്വപ്നങ്ങൾ. കാരണം ഇപ്പൊ അംബേദ്കറുടെ ജാതി എന്ന് പറയുന്ന സങ്കല്പം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ അധസ്ഥിതരായ മനുഷ്യരുടെ ദുരിതങ്ങളുടെ മുഴുവൻ വിശദീകരണങ്ങളും അതിന് ഒരു പരിഹാരം കൊടുക്കാനുള്ള മാർഗങ്ങളും കൊടുക്കാനുള്ള ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടല്ല ജാതിയെ അംബേദ്കർ കാണുന്നത്. കാരണം 1911 ഒരു കോളേജ് സ്റ്റുഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ജാതിയുടെ ഉത്ഭവത്തെ പറ്റി അംബേദ്കർ ചുഴിഞ്ഞു നോക്കുന്നു. അപ്പൊ അംബേദ്കറുടെ ജാതി എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയല്ല, ജാതി എന്ന് പറയുന്നത് ഒരു ഘടനയല്ല, ജാതി എന്ന് പറയുന്നത് ബ്രാഹ്മണരോ ആരെങ്കിലുമോ മറ്റാരെങ്കിലും അടിച്ചമർത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപാധിയുമല്ല. കാരണം ബ്രാഹ്മണർക്ക് അതിനൊന്നുള്ള ബുദ്ധിയില്ല എന്നുള്ള കാര്യം അംബേദ്കർക്ക് അന്നേ അറിയും. ഇത്രയും വലിയൊരു വ്യവസ്ഥ ഇവിടെ ഉണ്ടാക്കി നടത്തിക്കൊണ്ടുപോകാനുള്ള പോക്കൊന്നും ബ്രാഹ്മണരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താണ് ജാതി? എക്സോഗമിയിൽ നിന്ന് ഒരു സമുദായത്തിനുള്ളിൽ നടക്കുന്ന വിവാഹങ്ങളിൽ നിന്ന് എൻഡോഗമിയിലേക്ക് ഒരു സമുദായം പോകുന്ന സമയത്ത് അതിനൊരു വലിയ ചുമതലയുണ്ട്. അതായത് ഒരു
കിട്ടുന്ന ഒരവസ്ഥയുണ്ടാകും. പല പലതര തന്ത്രങ്ങളുണ്ട്. സതിയുണ്ട്, ശൈശവ വിവാഹമുണ്ട്, വൈധവ്യത്തിന്റെ ആഘോഷങ്ങളുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള തന്ത്രങ്ങൾ ആ സമൂഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മറ്റു സമുദായങ്ങളൊക്കെ വളരെ വളരെ ഒരു പ്രശ്നമില്ലാതെ എൻഡോഗമിയിലേക്ക് പോകുമ്പോൾ ഇന്ത്യൻ സമുദായത്തിൽ എക്സോഗമി പിന്നെയും വരുന്നത്. ഈ സമയത്ത് കൊണ്ടുവന്ന പുതിയ തന്ത്രങ്ങളെല്ലാം ഭ്രാന്ത് പിടിച്ച് ഓടുകയാണ്. ഈ ഭ്രാന്തിലാണ് ജാതിയുടെ ഉത്ഭവം. അതായത് അപ്പോൾ ജാതി എന്ന് പറയുന്നത് നിലനിൽക്കാൻ ഒരു സാക്ഷ്യവുമില്ലാത്ത, നിലനിൽക്കാൻ ഒരു ന്യായീകരണവുമില്ലാത്ത ഒന്നാണ്. മറിച്ച് നമ്മൾ അതുകൊണ്ടാണ് ജാതിയെ അൻഹിലേറ്റ് ചെയ്യണമെന്ന് അംബേദ്കർ പറയുന്നത്. മറിച്ച് ജാതിക്ക് ആരുടെയെങ്കിലും ഒരു ജീവിതത്തിൽ ഒരു ന്യായീകരണമുണ്ട്, എത്രയോ ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, ആ സാധ്യതകളെ പറ്റിയുള്ള ഒരു ചർച്ചയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സാമൂഹ്യ ശാസ്ത്ര ചിന്തകളെയും അംബേദ്കർ നിഷേധിക്കുന്നു. 1911 അംബേദ്കർ തീരെ ഗൗരവകരമായി എടുക്കുന്ന ഒരേ ഒരു ചിന്തകൻ ഗബ്രിയേൽ ടാർട്ടാണ്. അത് രാജീവൻ ചർച്ച ചെയ്യുന്ന ഡെല്യൂസ് പറയുമ്പോഴാണ് നമ്മൾ ഇന്ന് ടാർട്ടിനെ പറ്റി അറിയുന്നത്. കാരണം ടാർട്ട് അതേ സമയത്ത് തന്നെ ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ഇതുപോലെ ഒരു വ്യവസ്ഥയല്ല എന്ന് വാദിച്ചയാണ്. മറിച്ച് വ്യക്തിയേക്കാൾ സൂക്ഷ്മമായ തലത്തിൽ നടക്കുന്ന അനുകരണക്ഷമമായ ഒരുപാട് പ്രതിഭാസങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന വളരെ കനമില്ലാത്ത മേഘം പോലെയുള്ള ഒന്നാണ് ക്യാപിറ്റൽ. അതുകൊണ്ടാണ് ക്യാപിറ്റലിസം നമുക്ക് തകർത്തെറിയാൻ പറ്റുന്നത്. മറിച്ച് സാമൂഹിക പ്രതിഭാസങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ന്യായീകരണം സാധ്യമാണെങ്കിൽ പിന്നെ പരിഷ്കരണങ്ങളെ സാധ്യമാകും. കാരണം ആരുടെയെങ്കിലും സമൂഹത്തിൽ അവർ നിലനിൽക്കാനുള്ളത്. മറിച്ച് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാൻ വേണ്ടി ഉണ്ടാക്കുന്ന വർഗം, ജാതി തുടങ്ങിയ സന്ദർഭങ്ങളെ വലിയ വലിയ യമണ്ടൻ യാഥാർത്ഥ്യങ്ങളായി കാണുകയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇതിനെതിരെയുള്ള ചിന്തയുടെ പ്രവർത്തനമാണ് രാജീവന്റെ. ഇത് രാജീവൻ ഇതിനകത്ത് പഠിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സമരങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ക്ഷമിക്കുക എത്ര പറഞ്ഞത്. ഇത് ഷാഹീൻ ബാഗിലെ സമരവും പൗരത്വ സമരവും കർഷകരുടെ സമരവും. ഈ സമരങ്ങളെ പൊതുവായി ചർച്ച ചെയ്യുന്ന ഒരുപാട് ചർച്ചകൾ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഈ രണ്ട് സമരങ്ങളും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം അത് ഈ കോവിഡ് നിയന്ത്രണങ്ങളോട് അവരെടുത്ത സമീപനമാണ്. കാരണം ഷാഹീൻ ബാഗ് സമരത്തെ പറ്റി വലതുപക്ഷ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഉണ്ടായിരുന്ന ഒരു തമാശ, 2 കോവിഡ് രോഗികളെ അവിടെ കൊണ്ടിരുത്തും, ഇവരെല്ലാം പേടിച്ചോടുന്നത്. അതിന്റെ ഒന്നും ആവശ്യം വന്നില്ല. കോവിഡ് എന്ന് കേട്ടപ്പോഴേ ഷാഹീൻ ബാഗ് സമരം സ്വയം പിരിഞ്ഞു. മറിച്ച് കർഷകരാകട്ടെ എല്ലാ തരത്തിലുള്ള കോവിഡ് നിയന്ത്രണങ്ങളെയും അവർ നിഷേധിച്ചു. അത് അമേരിക്കൻ റൈറ്റ് വിങ്ങിനെ പോലെ അവർ വ്യക്തി സ്വാതന്ത്ര്യത്തെ ആഘോഷിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള റെക്ലെസ് ആയ ബിഹേവിയർ ആയിരുന്നില്ല. മറിച്ച് പ്രകൃതിയോട് ബലപൊരുത്തി ജീവിക്കുന്ന അവർ ആരോഗ്യത്തെ പറ്റിയുള്ള അവരുടെ ധാരണകളുടെ മുൻപിൽ മുമ്പോട്ട് പോകാനും പുതിയ ഒരു പെരുമാറ്റ രൂപത്തെ എടുക്കാനും അവരെ വിസമ്മതിക്കുകയാണ് ചെയ്തത്. കാരണം ഞാൻ അവിടെ പോയ സമയത്ത് നമ്മൾ 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ലജ്ജ കാരണം മാസ്ക് കൂടി നമ്മൾ പോക്കറ്റിൽ ഇടും. അതേസമയം പ്രായമായ സിഖ് വൃദ്ധന്മാരുടെ കാലുകൾ മസാജ് ചെയ്യാനുള്ള യന്ത്രങ്ങൾ അവിടെ അവൈലബിൾ ആണ്. അപ്പൊ മുഖത്തിനല്ല കാലിനാണ് ചികിത്സ വേണ്ടതെന്നുള്ള ഒരു തിരിച്ചറിവോടെ അവരവിടെ കാണിക്കുന്നത്. മറിച്ച് ഇപ്പൊ JNU പോലെ JNUവിന്റെ ഐതിഹാസികമായി നടന്ന JNU സമരത്തിന്റെ കോവിഡ് വന്നതോടുകൂടി JNUവിന്റെ കഥകുകൾ അടച്ചിടണമെന്ന് ഈ സമരം ചെയ്ത വിദ്യാർത്ഥികൾ തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അപ്പൊ അതായത് ഒരു സമരം നമ്മുടെ ജീവന്റെ അസ്ഥിയിൽ അടിക്കുമ്പോൾ അവരെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ജൈവ രാഷ്ട്രീയം എന്നതിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇത് നമ്മുടെ ഗാന്ധിയെ നമുക്ക് കാണാൻ പറ്റും. ഗാന്ധി ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ നടുവിൽ വാക്സിൻ എടുക്കാൻ വിസമ്മതിച്ചവരാണ്. അപ്പൊ ഗാന്ധി പറഞ്ഞു, ഞാൻ വാക്സിൻ പ്രയോജനപ്രദമല്ല എന്നുള്ളതല്ല, ഞാൻ വാക്സിൻ എടുക്കുകയുമില്ല, എന്റെ കുട്ടികളെ വാക്സിൻ എടുക്കാൻ നിർബന്ധിക്കുകയും ഇല്ല. അപ്പൊ ഗാന്ധി വളരെ യുക്തിപരമായ ഗാന്ധിക്ക് അതിനുള്ള ആർഗ്യുമെന്റുകളൊക്കെ ഉണ്ട്, വാക്സിൻ ഹിംസയാണെന്നുള്ളത്. പക്ഷേ ഗാന്ധി പറയുന്നത്, ഗാന്ധി പക്ഷെ ആരും വാക്സിൻ എടുക്കണമെന്നല്ല ഗാന്ധി പറയുന്നത്. ഗാന്ധി എനിക്ക് എന്റെ ധാർമ്മികമായ തീർച്ചയുള്ളത് കൊണ്ട് ഞാൻ എന്റെ ജീവിതം ബലികഴിച്ച് വാക്സിൻ എടുക്കുകയില്ല. മറിച്ച് നിങ്ങൾ വാക്സിൻ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി അടിസ്ഥാനപരമായ ജ്ഞാനം ഉണ്ടാക്കുകയും മറ്റുള്ളവരെ ഇത് എടുക്കുന്നതിലേക്ക് നിങ്ങൾ വിശ്വസിപ്പിക്കുകയും ചെയ്യും. പക്ഷെ നിങ്ങൾ ചെയ്യരുതാത്ത ഒരു കാര്യം,
അതായത് എനിക്ക് വാക്സിനെ പറ്റി പറയാൻ യോഗ്യതയൊന്നുമില്ല, എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് ഞാനും വാക്സിൻ എടുക്കും എന്നുള്ള ഒരു നടപടി, അത് ഗാന്ധി. പക്ഷെ ഇതിനോട് ഇത് 1934 ബീഹാറിൽ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഗാന്ധി പറയുന്നുണ്ട് ഇത് അൺടച്ചബിലിറ്റിക്കെതിരെ ഇന്ത്യക്ക് കിട്ടിയ ശിക്ഷയാണ്. മറിച്ചപ്പോൾ ഗാന്ധിയോട് ചോദ്യം ചെയ്യുന്നവരെ ഗാന്ധി പറയുന്നത് ഒരു സാധ്യതയുണ്ട്, കാരണം അൺടച്ചബിലിറ്റി ശരിയായിരിക്കാം, അൺടച്ചബിലിറ്റിയെ എതിർക്കുന്നതിൽ ഗാന്ധിക്കുള്ള ശിക്ഷയുമായിരിക്കും. ഇത് രണ്ടിലൊന്ന് നിങ്ങൾ ഹോൾഡ് ചെയ്യണം. അല്ലാതെ ഇത്രയും വലിയൊരു അപകടം, ഒരു തിന്മ നടക്കുന്ന ഒരു സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അത് തമ്മിലുള്ള ഗാഠബന്ധം നിങ്ങൾ കാണാതിരിക്കും. അപ്പൊ ഇത് കാണുകയും അതിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയമാണ് ഗാന്ധി മുന്നോട്ട് വെച്ചത്. അപ്പൊ ഈ രാഷ്ട്രീയത്തിന്റെ ഈ സൂക്ഷ്മതയാണ് ജൈവ രാഷ്ട്രീയം എന്ന പേരിൽ ഇന്ന് നമ്മളെ ചിന്തിക്കാൻ രാജീവൻ നിർബന്ധിക്കുന്നത്. ഇത് വലിയൊരു പുസ്തകമാണ്, നമുക്ക് ഒരുപാട് വർഷങ്ങളോളം വായിച്ച് പഠിക്കാനുള്ള ഒരു പുസ്തകമാണ്. തന്നതിന് രാജീവനോട് നന്ദി, സ്നേഹം. വളരെ മനോഹരമായി ഈ ടെക്സ്റ്റിനെ കണ്ടെക്സ്റ്റലൈസ് ചെയ്ത സാറിന് നന്ദി. അടുത്തതായി സംസാരിക്കാനായി കവിത ബാലകൃഷ്ണനെ ദീർഘമായ പ്രഭാഷണങ്ങൾ കൊണ്ട് സനീസർ ഈ പുസ്തകത്തെ അതിന്റെ ആത്മാവിനെ മുന്നോട്ട് വെച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ ഓരോ അതിന്റെ പുറത്ത് ഇത് കേട്ടുകൊണ്ടിരുന്നപ്പോ ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ യാതൊരു മുൻ ധാരണയും അല്ലെങ്കിൽ മുന്നിൽ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ ഞാനത് സംസാരിക്കാം. അതൊരു സാഹസമാണ്. പക്ഷേ അങ്ങനെയല്ലാതെ എനിക്കിപ്പോ സംസാരിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ചിലപ്പോ വഴിതെറ്റിയാൽ തെറ്റട്ടെ. കാരണം സംസാരം എപ്പോഴും ജൈവമായിരിക്കണം എന്നുള്ളത് ആണ് അടിസ്ഥാനപരമായിട്ട് രാജീവ മാഷ് കാണുമ്പോഴും അദ്ദേഹത്തെ വായിക്കുമ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. സംസാരമായാലും ചിന്തയാണെങ്കിലും സിംഹത്തെ അതിന്റെ മടയിൽ പോയി കാണണം. സിംഹത്തെ കാണാൻ അതിന് ചുറ്റും സിംഹ മട ഇങ്ങനെയാണ്, സിംഹമടയെ നമുക്ക് തോൽപ്പിക്കണം എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. അതിനുള്ളിൽ കയറണം. ഈ കാര്യം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. ഇത് മനസ്സിലാക്കാൻ ഈ സമൂഹത്തില് ഏതെങ്കിലും വിധത്തിൽ ഒന്നും പ്രതീക്ഷിക്കാനില്ലാതെ അടവിന്റെ അങ്ങേ അറ്റം അനുഭവിച്ചിട്ടുള്ള മനുഷ്യർക്ക് എല്ലാം സാധിക്കും. അങ്ങനെയുള്ളവരെ നിങ്ങൾക്ക് പറ്റിക്കാൻ പറ്റില്ല, കബളിപ്പിക്കാൻ പറ്റില്ല. സമീപകാലത്ത് ഞാൻ ഈ കാര്യം എഴുതിയ ഒരു സ്ത്രീയുടെ അനുഭവത്തെ പറ്റി പറഞ്ഞതാണ്. നിത്യചൈതന്യ എഴുതിയത് ശിഷ്യയായിരുന്ന ഒരു സ്ത്രീയുണ്ട്. ആരും അറിയില്ല അവരെ അറിയുന്നത് അവരും അവരുടെ കുറച്ച് കൂട്ടക്കാരും മാത്രമായിരുന്നു. പക്ഷെ അവര് വളരെ ചെറുത് 20 വയസ്സിൽ 18 വയസ്സിൽ ഹിന്ദി വിദ്വാൻ പഠിച്ച് ജോലി നേടാനുള്ള ശ്രമത്തിന്റെ ഇടയ്ക്ക് ആത്മീയത അവരുടെ ഉള്ളിൽ നിറഞ്ഞു. അപ്പൊ അവർ അതിനൊരു വഴി കണ്ടുപിടിക്കണമല്ലോ. 18-19 വയസ്സിൽ വീട്ടുകാർ കല്യാണം ആലോചിക്കുന്ന സമയത്ത് നാട്ടിലെ പുറത്തിറങ്ങി നടക്കാൻ പാടില്ല. ഇപ്പൊ ഈ പറയുന്ന ഞാനടക്കം എന്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥിനികളോടും അയ്യോ നമ്മുടെ റോഡിലെ സേഫ്റ്റിയെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. എത്ര തുച്ഛമാണെന്ന് ഓർക്ക് ഇങ്ങനെ ചില സാഹചര്യങ്ങളൊക്കെ കാണുകയാണ്. ഇതൊന്നുമില്ലാതെ എന്റെ ആത്മീയ പ്രശ്നത്തിന് എനിക്ക് പരിഹാരം വേണം. ഇത് എനിക്ക് മാത്രമല്ല, ഈ ഇങ്ങനെ ഇതേപോലെ ആത്മീയാന്വേഷണമുള്ള ഒരു 3-4 സുഹൃത്തുക്കളും അവർക്കുണ്ടായി, സ്നേഹിതര്. ഈ സ്നേഹിതരെ അവർ ഹോസ്റ്റലിൽ നിന്നാണ് അവർക്ക് കിട്ടിയത്. ഇവരെയും കൊണ്ട് അവരുടെ ആത്മീയാന്വേഷണങ്ങൾ അവർ ടിപ്പിക്കലായിട്ടുള്ള സാധാരണ അവരെന്ത് അന്വേഷിച്ചു, എന്ത് വായിച്ചു എന്നുള്ളതല്ല, മനസ്സ് അസ്വസ്ഥപ്പെട്ടു എന്നുള്ളത് മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. അവർ ബൃഹദാരണ്യ ഉപനിഷത്ത് വായിച്ചോ, അവർ വേറെ ഉപനിഷത്ത് വായിച്ചോ, അവർ ബ്രാഹ്മണ സംഹിത വായിച്ചോ എന്നുള്ളതല്ല ഒരു പ്രശ്നം. അവരത് അന്വേഷിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് വീട് വിട്ടിറങ്ങുക യതി അങ്ങനെ ഒരു സ്ഥലത്ത് കണ്ടതാണ്. അദ്ദേഹത്തെ പോകുന്നിടത്തൊക്കെ അദ്ദേഹത്തെ കേട്ടാൽ കുഴപ്പമില്ലാതെ തോന്നി. ആ തോന്നൽ ഒരു ഉള്ളിൽ നിന്നുള്ളൊരു തോന്നൽ മാത്രമാണ്. അതിന്റെ പിന്നിൽ യാത്രാ സൗകര്യം, സംസാരം, മറ്റൊരാളോട് സംസാരിക്കുക, ഗൗരവമേറിയ കാര്യങ്ങൾ സംസാരിക്കുക, ഇതൊക്കെ സ്ത്രീകൾക്ക് സാധിക്കാതിരിക്കുന്ന അവസ്ഥയിൽ
ഇതൊക്കെ സാധിപ്പിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ ചെയ്ത കൂട്ടമായി ചെയ്ത സ്വന്തം കല്യാണം കഴിച്ച അമ്മായിയും നാത്തൂനായിട്ട് പോരടിക്കേണ്ട നേരത്താണ് ഇവര് ഈ യതി പോകുന്ന സ്ഥലത്തൊക്കെ പിന്നാലെ പോകാൻ തുടങ്ങിയത്. യതി അവസാനം കുറെ കാലം ഇവർ പിന്നാലെ നടന്നതിന് ശേഷം ഫിലിമിൽ പോയി പലതവണ അവിടെ താമസിച്ച് എല്ലാത്തിനു ശേഷം ഒന്നുമില്ലാത്തവർക്ക് സന്യാസം കൊടുത്തു. അതിലപ്പോ ഒരുത്തിക്ക് കിട്ടിയില്ല, ഈ സഖികളിൽ ഒരുത്തിക്ക് കിട്ടിയില്ല സന്യാസം. ഗുരു ഇവരോട് ചോദിച്ചു, എന്തേ ശാരദയ്ക്ക് മാത്രം എന്തേ സന്യാസം കിട്ടാൻ? അപ്പോ അതിന്റെ ഉത്തരം എന്താ വെച്ചാൽ ഗുരു പറഞ്ഞത്, സ്വന്തമായ ഇരിപ്പിടം, സ്വന്തമായ വരുമാനം ഇത് ഇല്ലാത്ത ഒരു സ്ത്രീക്ക് സന്യാസം കൊടുക്കാൻ പറ്റില്ല. സ്വന്തമായ ഇരിപ്പിടവും സ്വന്തമായ വരുമാനവും. സത്യം പറഞ്ഞ ഇത് രണ്ടുമുള്ള ഏത് സ്ത്രീയും സന്യാസിനിയാണ്. അതാണ് ഏറ്റവും വലിയ അടുത്ത തമാശ. നമ്മൾ കല്യാണമൊക്കെ കഴിച്ച് സാധാരണമായി കോമൺ ആയിട്ട് കാണുന്ന ഒരു സ്ത്രീ ആയിരിക്കാം. പക്ഷേ സാമ്പത്തികമായ ഒരു ഘടനാപരമായ ഏതെങ്കിലും ഒരു സാമ്പത്തിക ഘടനയ്ക്ക് അകത്ത് കയറാൻ പറ്റുക, വീട് സമൂഹം എന്ന് പറഞ്ഞാൽ രണ്ട് ദ്വന്ദ്വങ്ങളുള്ളിൽ പെടാതെ ഇത് അങ്ങോട്ടും അങ്ങോട്ടും നടക്കാൻ പറ്റില്ല. ഈ അകം മാത്രമോ പുറം മാത്രമോ അല്ല ഞാൻ പറഞ്ഞത്. പുറത്തുപോയി നിങ്ങൾ ബലി കൊടുക്കൂ, രാഷ്ട്രീയക്കാരിയാവൂ, അതല്ല. അകത്തിരിക്കൂ, നിങ്ങളുടെ പണി ചെയ്യൂ, അതല്ല. അകത്തും പുറത്തുമായി സ്വാതന്ത്ര്യത്തിന്റെ സമഗ്രത എന്നൊക്കെ നമ്മുടെ രാജീവ് മാഷിന്റെ പുസ്തകത്തിൽ ഞാൻ വായിച്ചതുപോലെ അതൊരു സമഗ്രതയാണ്. അത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തോന്നുമ്പോൾ തോന്നുന്നത് ഉൾവിളികൾ കേൾക്കാനും പ്രവർത്തിക്കാനും, പ്രവർത്തിച്ചതിന് ശേഷം മാത്രം ഞാൻ എന്താ ചെയ്തതെന്ന് ആലോചിക്കാനുമുള്ളൊരു വലിയ എന്താ പറയാ, അത് സിംഹത്തിന്റെ മടയിൽ ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്നതാണ്. ഈ സിംഹം അപ്പോ സ്ത്രീകളുടെ ജീവിതത്തിൽ പുരുഷനാണല്ലോ സിംഹം. പുരുഷന്റെ മടയാണല്ലോ നമ്മളൊക്കെ ചെന്ന് കയറാൻ ആഗ്രഹിക്കുന്നത്. അതായത് പലപ്പോഴും പറയും പുരുഷന്റെ ലോകത്തിലേക്ക് സ്ത്രീകൾ ഇറങ്ങി ചെല്ലുന്നു, അവിടെ പുരുഷനോടൊപ്പം തന്നെ അല്ലെങ്കിൽ സമത്വം അങ്ങനെയൊക്കെയുള്ള റെക്കറൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ നമുക്കറിയാം ഈ പുരുഷനൊന്നും സിംഹമൊന്നുമല്ല. സിംഹം ഈ അകത്തുള്ള നമ്മുടെ അസ്വസ്ഥതയാണ്. ഈ ജീവിക്കാനായിട്ട് ശരീരം എന്ന് പറയുന്ന ഗംഭീരമായിട്ടുള്ള അസ്വസ്ഥതയാണ്, അല്ലെങ്കിൽ ശരീരം എന്ന് പറയുന്ന ഗംഭീര ആനന്ദമാണ്. ഇവിടെ തുടങ്ങിയത് തന്നെ ദിലീപൻ സംസാരിച്ച് തുടങ്ങിയത് തന്നെ ഈ ചിന്തയുടെ തന്നെ ശാരീരികതയെ പറ്റിയിട്ടാണ്. അപ്പൊ അതും സന്മാഷ് പറഞ്ഞത് നമ്മൾ നല്ല സാമ്യമുണ്ട്. ഞാൻ ആലോചിക്കുമ്പോൾ എന്റെ ജീവിതാനുഭവങ്ങളിൽ ഞാൻ കണ്ടെത്തുന്ന ഓരോ മനുഷ്യരുടെയും എന്റെ അടക്കം ജീവിതവുമായും അതിന് ബന്ധമുണ്ട്. ഒരുപക്ഷെ ഈ പോളിയത്തിൽ ഞാൻ മാത്രമാണ് ഇവിടെ കീഴാണ്, സപ്പോസ് കീഴാണ്. ഈ കീഴാകത എന്ന് പറയുന്നത് എന്താണെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഈ പോസ്റ്റ് ഇട്ട സമയത്ത് ഞങ്ങളുടെ ഫേസ്ബുക്കിൽ ഒരു ചെറിയ പോസ്റ്റ് ഇട്ട് പുസ്തകം വരുന്നതിനെ പറ്റിയിട്ട്. അപ്പോ എന്നോട് ഞാൻ പഠിപ്പിച്ചൊരു വിദ്യാർത്ഥി പറഞ്ഞു, ആ വിദ്യാർത്ഥി അവൻ 4 വർഷം കോളേജിലുണ്ടായിരുന്ന ആളാണ്. ഇവിടെ വന്നിട്ടുണ്ടോന്ന് അറിയില്ല. ഇപ്പൊ ഇലസ്ട്രേറ്ററായിട്ട് ഒരു പത്രസ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു. പുതിയ തരത്തിലുള്ള അനിമേഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യുവാവാണ്. അദ്ദേഹം ചോദിച്ചായിരുന്നു, ടീച്ചർ പറഞ്ഞതൊക്കെ കൊള്ളാം, പക്ഷേ ഈ കീഴാള ഹ്യൂമൻ പവർ ടു അഡ്രസ് ആർട്ടിസ്റ്റ് കമ്മ്യൂണിറ്റി ഞാൻ അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കീഴാള ജനസഞ്ചയത്തിന്റെ അനുഭവവുമായി കലാകാര അനുഭവങ്ങൾ സമാനമാണ്. അപ്പൊ ഈ കലാകാരൻ എന്ന് വെച്ചാൽ ഒരു പക്ഷേ സ്വതവേ സമൂഹത്തിൽ എടുക്കുക, കല ചെയ്ത് ജീവിതത്തിൽ പ്രൊഫഷനാക്കി കൊണ്ട് നടന്ന കലയുടെ ഉൽപാദന പ്രക്രിയയിൽ ഏർപ്പെട്ടിട്ടില്ല. സാംസ്കാരിക മൂലധനായാലും വേണ്ടില്ല, സാമ്പത്തിക മൂലധനായാലും വേണ്ടില്ല, രണ്ടും ചേർന്ന മൂലധനായാലും വേണ്ടില്ല ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെയാണ് നമ്മൾ കലാകാരൻ എന്ന് പറയാം. പക്ഷെ ഞാൻ പറയുന്ന കലാകാരൻ അതല്ല, അത് മാത്രമൊന്നുമല്ല. കല എന്ന് പറയുന്ന ഞാൻ പറഞ്ഞൊരു അസ്വസ്ഥതയുണ്ട്, ഒരു കല എന്ന് പറഞ്ഞ കളങ്കമുണ്ട്. ആ കളങ്കം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഞാൻ പറഞ്ഞ പോലെ പലതരം നിഷേധങ്ങളിനുള്ളിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ വ്യവസ്ഥയുടെ ഉള്ളിൽ അടിപ്പെടുന്ന സമയത്ത് നമുക്ക് ഉള്ളാലെ തോന്നുന്ന ത്വരകളാണ്. ഈ ത്വരയെ അഡ്രസ് ചെയ്യാൻ എങ്ങനെ വേണം? അത് നമ്മുടെ ഉള്ളിൽ നിന്ന് മാത്രം വരുന്നതല്ല, പുറത്തുള്ള ആള് മാത്രം തീരുമാനിക്കുന്നതല്ല. ഇത് തീർച്ചയായിട്ടും വിനിമയത്തിലൂടെ തീരുമാനിക്കുന്നതാണ്. ഈ സ്വാതന്ത്ര്യം വേണമെന്ന് തോന്നൽ തന്നെ വിനിമയം വരുമ്പോഴേ ഉണ്ടാവുള്ളൂ. അതില്ലാത്തവർക്ക് ഇല്ലാത്ത സമയത്ത് എന്ത് സ്വാതന്ത്ര്യം? അപ്പൊ ഈ കല പറയുന്നത് ഈ അസ്വസ്ഥതയാണ്. ആ അർത്ഥത്തിലാണ് പറഞ്ഞതെങ്കിലും വായിക്കുമ്പോൾ സ്വതവേ നമ്മള് കീഴാളതെന്ന് പറഞ്ഞാൽ ദളിതനെയും സ്ത്രീയെയും കാണും. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, ഈ വകയൊക്കെയാണ് നമ്മൾ കാണുക. വളരെ ടിപ്പിക്കലായിട്ടും കാണുന്നത് കൊണ്ടായിരിക്കാം. പക്ഷെ ആ ചോദ്യം വളരെ റെലവെന്റ് ആയതുകൊണ്ട് ഞാൻ ഇതിന് ഒരു ഉത്തരം കാണാൻ
വലിയ കസേരയിലോ മാനിപ്പുലേഷനിലോ കൂടിയിരിക്കുന്നത് മാത്രമല്ല, ആ അറിവ് എനിക്കായാലും ബാലുവിനായാലും ഉള്ള പലരും അഹങ്കരിക്കും വിധം വെച്ചു പുലർത്തുന്ന കുഞ്ഞു പ്രിവിലേജുകളുടെ തുച്ഛാവസ്ഥ അറിയുമ്പോഴേ സംഭവിക്കും. കീഴാളതയ്ക്ക് അങ്ങനെയും ഒരു അർത്ഥമുണ്ട്. ഞാൻ ആരാണ്? ഞാൻ ഇന്ന ആളുകളാണ്, ഞാൻ ഇന്ന ആളാണ്. പക്ഷെ അത് എത്ര തുച്ഛമാണെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ കഴിഞ്ഞില്ലേ? ഞാൻ നേടിയതിനൊക്കെ വില പോയില്ലേ? ഞാൻ നേടിയതിന്റെ ഞാൻ സമൂഹത്തിന്റെ വ്യവസ്ഥാനുസാരിയായി ജീവിച്ച് ഞാൻ നേടിയ പണം, എന്റെ ബംഗ്ലാവ്, എന്റെ ജോലി, എന്റെ പദവി, ഇതെല്ലാം വലിയ ചൂഷണ വ്യവസ്ഥയുടെ ഭാഗമായിരിക്കും. നിങ്ങൾക്ക് എങ്ങനെയാണ് 100% ആനന്ദത്തോടെ അതിനുള്ളിൽ വാഴാൻ പറ്റുക? പറ്റില്ല. ഇത് ആ പറ്റായ്മയുടെ പേരാണ് ഞാൻ കാണുന്ന അസ്വസ്ഥത എന്ന് പറഞ്ഞ സമയം. അത് പലപ്പോഴും നേരത്തെ പറഞ്ഞ യതി ഒരിക്കൽ പറയണ്ടായി, ഞാനൊരു സന്തോഷമാണ്, ഈ ജീവിതത്തിന്റെ എല്ലാത്തിനൊരു സഹജാവസ്ഥയുണ്ട്, സഹജബോധമുണ്ട്. അദ്ദേഹം അതെന്താ പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് ക്ലിയർ അല്ല. പക്ഷെ ഞാൻ ആലോചിച്ച് നോക്കുമ്പോ സഹജാവസ്ഥ എല്ലാത്തിനും ഉണ്ട് എന്നുള്ള ആശയത്തിൽ വിശക്കുമ്പോഴുള്ള ഒരു സഹജാവസ്ഥയുണ്ട്. വിശക്കുമ്പോഴുള്ള സഹജാവസ്ഥ ഏത് മൃഗത്തിനും മനുഷ്യനും ഒരുപോലെയാണ്. വിശന്ന് മാന്യതയുടെ മുഖമോടെ ഓരോന്നായിട്ട് അഴിച്ചഴിച്ചഴിച്ച് അവസാനം മറ്റേ ആളെ പിടിച്ചു നിൽക്കുന്ന ആൾ തന്നെയാണ് ഈ പറയുന്ന മനുഷ്യനും. അപ്പൊ എല്ലാത്തിനും സഹജാവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ അതിന് എന്താണോ സ്വതഗുണമായിട്ടുള്ളത് അതാണ് അതിന്റെ ഗുണം. അത് സൗന്ദര്യമായിരിക്കാം, സന്തോഷമായിരിക്കാം. അതുകൊണ്ട് തന്നെ ഏത് പറഞ്ഞ നിനക്ക് ഇത്ര സങ്കടം എന്തിനാ, എനിക്ക് ഞാനൊരു സന്തോഷിയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ ദ്വന്ദ്വത്തിന് സമ്മതം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ വാക്ക് സഹജാവസ്ഥ എന്നുള്ള വാക്ക് അത് ഉള്ളിക്കൊണ്ടു, അതിനർത്ഥം പലമാതിരി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പുസ്തകത്തിൽ നിന്നും സ്വാധികാരം എന്നുള്ള വാക്ക് അതുമായി വളരെ ബന്ധപ്പെട്ടതാണ്. എന്തായാലും കീഴാളതയ്ക്ക് അങ്ങനെയും അർത്ഥമുണ്ട്. നാണക്കേട് തോന്നേണ്ടതില്ല. നേരത്തെ സന്മാഷ് പറഞ്ഞപ്പോൾ നാണക്കേടിന്റെ കാര്യം പറഞ്ഞു, കീഴാളതയെ കുറിച്ച് പറഞ്ഞപ്പോ നാണക്കേട് തോന്നേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ആ കീഴാളത ദാർശനികമായ തിരിച്ചറിവ് കൂടിയാണ്. ആ അർത്ഥത്തിൽ കലാകാരരുടേതും ആണ്. ആ കല നമ്മുടെ അധ്വാന ശേഷിയുടെയും അതിനെ നിരന്തരം മൂല്യപരമായി നിശൂന്യമാക്കുന്ന വിധേയപ്പെടുത്തുന്ന വ്യവസ്ഥയുടെ ഉള്ളിൽ നമുക്ക് തിരിച്ചറിവോടെ ജീവിക്കാൻ കഴിയുന്ന സ്വാധികാരമാണ്. അത് ഞാനും ഒരു കലയിൽ ജീവിക്കുന്നു, അവനും ഒരു കലയിൽ ജീവിക്കുന്നു. അതുകൊണ്ട് രണ്ടുപേരും തമ്മിൽ പറഞ്ഞാൽ ഒരു സമാന മനുഷ്യരുടെ വർത്താനെന്ന് കണക്കാക്കിയാൽ മതി. പക്ഷെ അത് എല്ലാവരിലേക്കും യോജിക്കുന്നത് തന്നെയാണ്. കല നമ്മുടെ അധ്വാന ശേഷിയുടെ അതിനെ നിരന്തരം മൂല്യപരമായി നിശൂന്യവൽക്കരിക്കുകയും ചെയ്യുന്ന, ഇപ്പൊ നമ്മള് എന്തിനധികം നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കാണ്. എന്റെ വീട്ടിലെന്റെ കൂട്ടുകാരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അയ്യോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഡോക്യുമെന്റേഷൻ വർക്കും ചെയ്യാൻ 4 ടൂള്, ഇനി ഞാൻ എന്നെ മറികടക്കണം. എന്നെ ആവശ്യമില്ല ഉണ്ടാവും, അല്ലെങ്കിൽ എന്നെ പോലെ ഡോക്യുമെന്റേഷൻ സ്പെഷ്യലിസ്റ്റുകളുടെ ആവശ്യം IT ഇൻഡസ്ട്രിയിൽ കുറഞ്ഞു തുടങ്ങും. ഇത് സൂപ്പർ ഭീകര സംഭവമാണ് എന്ന് പറഞ്ഞ് 4 ടൂളും വെച്ച് ഇഷ്ടം ഇങ്ങനെ ഇരിക്കാൻ. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും സംഭവിക്കുന്നതാണ്. കലയില് ന്യൂ മീഡിയ വന്നപ്പോ, ന്യൂ മീഡിയ വെൽഡൽ അക്കാദമി അതിനൊരു സ്പേസ് കൊടുത്തപ്പോ ടെക്നോളജിക്കൽ ആയിട്ടുള്ള കല, ജനറേറ്റീവ് ആർട്സ് എന്നൊക്കെ പറയുന്ന പ്രോഗ്രാമിംഗിലൊക്കെ ഓറിയന്റഡ് ആയിട്ടുള്ള കല നോക്കുമ്പോ ഇന്നിപ്പോ എന്റെ കോളേജിൽ പഠിക്കാൻ വരുന്ന 150 വിദ്യാർത്ഥികളിൽ 4 പേർക്കാണ് പ്രോഗ്രാമിംഗ് അറിയാം. അതിൽ ഒരാൾക്കാണ് പ്രോഗ്രാമിംഗിനപ്പുറം ഇത് മനുഷ്യന്റെ ഇന്ദ്രിയ ശേഷികളുടെ എക്സ്പാൻഷൻ ആണെന്നും, അതിനപ്പുറം ഈ ഇന്ദ്രിയ ശേഷിയിൽ മനുഷ്യൻ ഉൾപ്പെട്ടില്ലെങ്കിൽ ഈ ഇന്ദ്രിയ ശേഷി ഏത് പുത്തനാണെങ്കിലും ഏത് പഴഞ്ചനാണെങ്കിലും അപ്രസക്തമാവുമെന്നും ഒരാൾക്ക് അറിയുന്നു. ഒരു വിദ്യാർത്ഥിക്ക് അത് മനസ്സിലാക്കി. ഈ പറയുന്ന എനിക്കത് മനസ്സിലാക്കി കൊടുക്കാനുള്ള കപ്പാസിറ്റിയും ഇല്ല, കാരണം എനിക്ക് പകുതി ഇതിന്റെ യന്ത്ര നോളജ് ഇല്ല. അപ്പൊ നമ്മളെല്ലാം വളരെ അണീവനാണ്. ഈ അണീവൻനെസ്സിന്റെ അകത്ത് നമുക്ക് നമ്മുടെ അറിവുകളെ ശൂന്യമാക്കുന്ന, അതായത് പെയിന്റിങ്ങോ സ്കൾപ്ചറോ ഒക്കെ ഇനിമേൽ ഇതൊന്നും വേണ്ട, ഇതൊക്കെ യാഥാസ്ഥിതികമാണ്, നമുക്ക് ന്യൂ മീഡിയ മതി, അല്ലെങ്കിൽ ജനറേറ്റീവ് ആർട്സ് ആണ് ഇനി അടുത്ത കാലം വരാൻ പോകുന്നത്. എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ സ്ഥലത്ത് ചന്തയിൽ പോയിട്ടായിരുന്നു ഞാൻ ഒരിക്കൽ. എഞ്ചിനീയറിംഗിന്റെ അഡ്മിഷന്റെ ചന്ത നമുക്കറിയാലോ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് 10 ലക്ഷം വർഷം ഫീസ് കൊടുത്ത് മേടിക്കാൻ റെഡി ആയിട്ടുള്ള മാതാപിതാക്കളുണ്ട്. എന്താ? AI-ക്കാണ് ജോലി സാധ്യത. കൺവെൻഷണൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വേണമെന്ന് പറഞ്ഞ പിടിയായ യുവാവ് അത് മേടിച്ചുകൊണ്ട് പോകുന്നു. അത് ഞാൻ കണ്ടു.
പക്ഷേ ഒന്ന് ആലോചിച്ചാൽ ആ വിദ്യയാണ് മിടുക്കൻ. കാരണം ഈ കൺവെൻഷനലായ അറിവെന്ന് പറയുന്നത് ഒന്നുകൊണ്ടും താഴെയല്ല മുകളിലുമല്ല, മറിച്ച് അറിവിനെ പരുവപ്പെടുത്താൻ ഈ ലോകത്തിൽ ലഭ്യമാകുന്ന അനവധി പലതരം ടൂളുകളിലേക്കുള്ള നമ്മളുടെ ഓപ്പൺനെസ്സിനെ കുറിച്ച് തിരിച്ചറിവുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് പഠിക്കുന്ന സംഗതി വീട് മടയിൽ പോയി പഠിക്കേണ്ട കാര്യം തന്നെയാണ്. അതിലപ്പുറം അതിലൊന്നുമില്ല. അപ്പൊ ഈ ഒരു തിരിച്ചറിവില് നമുക്ക് തിരിച്ചറിവോട് ജീവിക്കാനായി നേടുന്ന ഒരു സ്വാധികാരത്തിന്റെ പേരാണ് കീഴാള ജനസഞ്ചയത്തിന്റെ സ്വാധികാരം എന്ന് രാജീവ് മാഷ് പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ ആ മനസ്സിലാക്കിയതിന് കുറെ കൂടി വളരെ വളരെ ആഴത്തിൽ വികസിപ്പിച്ചു തന്നു സലിം മാഷിന്റെ ഈ അവതരണം. എന്തായാലും സലിം മാഷ് അറിയുന്ന അത് ഞാൻ വാങ്ങി പുസ്തകം ഒരുപക്ഷെ അതെനിക്ക് കിട്ടിയ വലിയ ഒരു അംഗീകാരമായിട്ടും സ്നേഹമായിട്ടും ഞാൻ കരുതാണ്. മൈത്രി എന്നൊക്കെ പറയുന്ന സംഗതി തന്നെ സൗഹൃദമല്ല, ഇഷ്ടമുള്ളൊന്നും രാജീവ് മാഷ് ചെയ്തതല്ലാതെ എനിക്ക് നല്ലപോലെ അറിയാം. കാരണം മാഷിന്റെ ഭൗതിക ജീവിതത്തിലെ ഒരു തരത്തിലും സഹായാത്രകയല്ല ഞാൻ. പക്ഷേ മാഷ് പറയുന്ന എല്ലാ കാര്യങ്ങളിലും അതിൽ അമുഖമാണ് വ്യക്തമായിട്ടും വിശദമായിട്ടും 4-5 തവണ ഞാൻ വായിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ലേഖനങ്ങൾ പലപ്പോഴായിട്ട് വായിച്ചതാണ്. ഞാൻ കണ്ടൊരു കാര്യം, നമ്മുടെ സമൂഹത്തില് ഈ പുസ്തകത്തിന് ഏറ്റവും പെരിഫറൽ ആയിട്ടുള്ള ഒരു ഉപയോഗത്തെ കുറിച്ച് പറയാം. കഴിഞ്ഞ 2 ദശാബ്ദങ്ങളായിട്ട് നമ്മൾ നമ്മുടെ ചരിത്രത്തെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഭരണ സ്ഥിരതയുടെയും ഭരണ നിലനിൽപ്പിന്റെയും ഭരണചക്രത്തിന്റെയും ഭരണകൂട പ്രവർത്തനങ്ങളുടെയും നവസ്ഥാപനവൽക്കരണങ്ങളിൽ കലയിലടക്കം ആവശ്യത്തെക്കുറിച്ചാണ്. ഇപ്പൊ കലയില് നവസ്ഥാപനങ്ങൾ ധാരാളം വന്നിട്ടുണ്ട്. വിനാലയിട്ട് ഫൈൻ ആർട്സ് കോളേജുകൾ തന്നെ പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യം നമ്മളെ ഇങ്ങനെ കുത്തി നോവിക്കുന്നുണ്ട്. ലളിതകല അക്കാദമി ഇപ്പൊ സമീപകാലത്ത് വളരെ വ്യത്യസ്തമായി ഒരു പുതുച്ചാട്ടം നടത്താൻ ശ്രമിക്കുകയാണ്. അങ്ങനെ സ്ഥാപനങ്ങൾ സ്വയം ചിന്തിക്കാൻ, അവരവരെ തന്നെ പരിഷ്കരിക്കാൻ. പക്ഷേ സ്ഥാപനങ്ങൾ ഒരു പൊട്ട് പരിഷ്കരിക്കുന്നതിന് ചരിത്രം മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു നല്ല പുരോഗമനകാരനാകാൻ ഞാൻ ആന്റി ഫാസിസ്റ്റ് ആയാൽ മതി. പക്ഷെ ഫാസിസത്തിന്റെ ഉള്ളിലെ ഘടനാപരമായ പരിക്രമണങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കണമെന്നില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ല കേട്ടോ. ഇത് മനസ്സിലാക്കിയത് കർഷകനാണെന്നുള്ളതാണ് ശരിയാണ്. ഷൈൻബാഗും പിരിഞ്ഞുപോയി, ജയനും പിരിഞ്ഞുപോയി, ഒട്ടും പിരിഞ്ഞില്ല കർഷകർ നമുക്ക് തന്നത്. അത് അവർ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചതല്ലേ. അതിൽ നമ്മൾ റൊമാൻസ് പറയുന്നതല്ല. അത് കൃഷി നമ്മളെ പഠിക്കും. കൃഷിയായിരിക്കാം ഏറ്റവും വലിയ പ്രകൃതി വിരുദ്ധത. പക്ഷെ അത് മനുഷ്യൻ ചെയ്ത ഏറ്റവും വലിയ മനുഷ്യന്റെ സ്ട്രക്ചറൽ നോളജ് തുടങ്ങിയ സമയമാണ് കൃഷി. കലാചരിത്രം തുടങ്ങുന്ന സമയം കൃഷിയാണ്. അതിന് മുമ്പ് ഗുഹാമനുഷ്യനിൽ കലാചരിത്രമൊക്കെ തുടങ്ങും, ശരിയാണ്. പക്ഷേ ഈ ഗുഹാമനുഷ്യന്റെ ആ നിഷ്കളങ്കതയിലേക്ക് ഇനി നമുക്ക് ഒരിക്കലും തിരിച്ചു കടക്കാൻ പറ്റാത്ത പോലെ ഒരു ഇഷ്ടിക വെച്ച് മറ്റൊന്ന് വെച്ച് അതിന്റെ മുകളിൽ വേറൊന്ന് വെച്ചാൽ ഇടയിൽ സിമെന്റ് വേണ്ടെന്നുള്ള തോന്നല് എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. വളരെ കൺസ്ട്രക്ട് ചെയ്യുന്ന നോളജാണ്. ഇപ്പൊ ഇന്ത്യയില് കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഏറ്റവും മോണ്യുമെന്റൽ ക്ഷേത്രങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായത് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പിന്നിലൊക്കെ നമ്മുടെ നാട്ടില് വീട്ടില് തറകെട്ടുമ്പോ നമ്മുടെ ആശാരിമാര് അറിയുന്ന അറിവ് തന്നെയാണ് അവിടെയും പ്രയോഗിച്ചത്. കാരണം ഈ വെക്കുന്ന എലമെന്റുകൾ തമ്മിൽ ബാലൻസ് ചെയ്യുന്ന എന്താ പറയാ അതിന്റെ ബാലൻസ് നോക്കിക്കൊണ്ട് ഫോഴ്സ് ഈക്വൽ ആയിട്ട് വിതരണം ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് മാത്രം നോക്കിക്കൊണ്ട് ആ ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്റെ മനസ്സിലിപ്പോ വരുന്നത് എന്താണ് ഖജുരാഹോ ടെമ്പിളാണ്. ഒരു താമര കൂട്ടിയ പോലത്തെ ടെമ്പിൾ. അതിന്റെ ഓരോ കല്ലും വെച്ച് വെച്ച് എവിടെയും നമ്മൾ യാതൊരു ബൈൻഡറും കാണില്ല. ബൈൻഡേഴ്സ് ഇല്ലാതില്ലേ. ഈ കെട്ടിടം ഇങ്ങനെ മുകളിൽ പോയിട്ട് ഏറ്റവും മുകളിൽ ഒരു കീ സ്റ്റോൺ വരും. ആ കീ സ്റ്റോൺ ഒരു പുരുഷാരൂപിക. അതുപോലെയാണ് മൊത്തം സ്ട്രക്ചർ നിൽക്കുന്നത്. ഈ കാര്യം തന്നെയാണ് ഈജിപ്തിലെ പിരമിഡ് ചെയ്തവരും അറിയാം. ഇത് തന്നെയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കൃഷി തുടങ്ങിയതിനു ശേഷമാണ് ഈ മോണ്യുമെന്റൽ ആയിട്ടുള്ള ഭാവനകൾ ഉണ്ടായത്. കാരണം അവന് അത്രയും എന്താ പറയാ ഒരു ചുറ്റുമുള്ള ഈ പ്രകൃതിയെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റി തുടങ്ങുന്ന സമയം പ്രകൃതിയുടെ സ്ട്രക്ചറിനെ മിമിക് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിനെ പരുവപ്പെടുത്തിയിട്ടോ അവന്റേതായ ഉത്പാദനം ചെയ്യാൻ സാധിക്കുന്ന ഒരു മൊമെന്റ്. ആ മൊമെന്റിന് ശേഷമാണ് ഇതെല്ലാം ഉണ്ടായി വരുന്നത്. അപ്പൊ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു സ്വാധികാരത്തിന്റെ ഒരു തലം, ആ തലത്തിലേക്ക് കടക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യ, നമ്മുടെ സമൂഹം, നമ്മൾ ജീവിച്ചിരിക്കുന്നത് എവിടെയാണെന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ ഭരണകൂടങ്ങളുടെ സ്ട്രക്ചറിലല്ല. അത് നേരത്തെ പറഞ്ഞ പോലെ ശരീരമില്ലാത്ത ഒരു നിൽപ്പാണ്. ശരീരത്തോടെ നിൽക്കുന്ന
വർണ്ണങ്ങളുടെ ഉപയോഗം, അതിന്റെ ഇമ്പാക്ട്, അതിന്റെ ആഘാതശേഷിയും അതിന്റെ ടെക്സ്റ്റുവാലിറ്റിയും ഈ സംഗതികളൊക്കെയും യഥാർത്ഥത്തിൽ അവിടെ മാത്രം അത് തന്നെയാണ് നമ്മൾ സമകാലിക കലയിൽ കാണുന്നത്, നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇതിനെ രണ്ട് ലോകമായിട്ട് മാറ്റിവെക്കുകയും പാരമ്പര്യത്തെ വിച്ഛേദിക്കുകയും ചെയ്ത ഒന്നായി ആധുനികത ഒന്നിച്ച് കുഞ്ഞു വന്നപ്പോൾ നമുക്ക് മൊത്തത്തിൽ നിശൂന്യരായി പോയി. ഇതിനെ ഘടിപ്പിച്ചുകൊണ്ട് ഒരു കലാചരിത്രം വളരെ സ്വാതന്ത്ര്യത്തിന്റെ സമഗ്രത എന്ന് പറയുന്ന പോലെ തന്നെ ചരിത്രത്തിന്റെ ഒരു സമഗ്രതയുണ്ട്. സമഗ്രത എന്ന് പറയുന്നത് എല്ലാം ഉൾക്കൊള്ളുന്ന അർത്ഥത്തിലല്ല, മറിച്ച് സത്തയിലേക്ക് കടന്നു ചെല്ലുന്ന സത്താവാദവുമല്ല അത് നേരത്തെ പറഞ്ഞ സ്വാധികാരാണ് മികച്ച വാക്ക്. സ്വയം അധികരിക്കുന്ന, സ്വയം അധികാരം ബോധ്യപ്പെടുന്ന, നിൽക്കാൻ എക്സിസ്റ്റ് ചെയ്യാനുള്ള അധികാരത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു അനുഭവം. ആ അനുഭവത്തിൽ നമ്മൾ കലാചരിത്രത്തെ ആകമാനം ഒന്ന് നോക്കൂ, മൊത്തം നമ്മൾ പഠിച്ചതൊക്കെ താളപ്പഴയായിരുന്നു. ഈ താളപ്പഴയിൽ നിന്നാണ് പിന്നെ നമ്മൾ ചരിത്രത്തെ ഭാവനാത്മകമായി കാണേണ്ടതിന്റെ ആവശ്യകത വരികയും ആ ചരിത്രം മുന്നിൽ കാണുമ്പോഴാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ നിമിഷത്തിലും നമ്മുടെ മുമ്പിൽ കാണുന്ന മനുഷ്യര്, മറ്റൊരു കല ചെയ്യുന്ന മനുഷ്യന്റെ വ്യഥ എന്താണ്, അയാളുടെ തന്നെ വർഗനില എന്താണ്, കലാഭാഷകൾക്കകത്ത് തന്നെ വർഗനിലയുടെ ഈ പുസ്തകം ശരിക്കും പറഞ്ഞ വർഗനിലയുടെ വീണ്ടെടുക്കൽ കൂടി ആവണം എന്നെനിക്കുണ്ട്. അത് കുറച്ച് സൂപ്പർഫിഷ്യൽ ആവുന്നതുകൊണ്ട് ഞാൻ തുടങ്ങിയില്ല അങ്ങനെ, കാരണം മാഷ് പറഞ്ഞ് അവസാനിപ്പിച്ചോടുകൂടി പിന്നെ അതിനൊരു ഇഫക്റ്റ് ഇല്ലാതെ പോയി എന്റെ തന്നെ ചിന്തയില്. പക്ഷെ എങ്കിലും അത് പറയട്ടെ, കാരണം നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർഗസമരമല്ല ഞാനീ പറയുന്ന ഇന്ത്യയുടെ വീണ്ടെടുക്കൽ എന്നുള്ള പോലെ വർഗ സമരത്തിന്റെ കൂടി വീണ്ടെടുക്കൽ നമുക്ക് വേണ്ടതുണ്ട്. ആ വർഗം എന്ന് പറയുന്നത് ഉള്ളവരും ഇല്ലാത്തവരും സാമ്പത്തികമായിട്ട് ഉള്ളവരും ഇല്ലാത്തവരുടെ അർത്ഥത്തിലല്ല, മറിച്ച് ജാതിയെ സാമ്പത്തികമായി പരിഗണിക്കണം, ലിംഗാവസ്ഥകളെ സാമ്പത്തികമായിട്ട് പരിഗണിക്കണം, ഒന്നും വ്യത്യസ്തമായി നിൽക്കുന്നതല്ല. ഇതൊക്കെ ഓവർ ലെയറിംഗ് ആണ്. സ്പീഷീസുകളുടെ നിലനിൽപ്പിന്റെ ഉള്ളിലെ സാമ്പത്തികതയെ കുറിച്ച് ചിന്തിക്കണം, എല്ലാ അർത്ഥത്തിലും കലാഭാഷകളുടെ സാമ്പത്തികതയെ കുറിച്ച് ചിന്തിക്കണം. ഈ റിയലിസം ഒരു ആൺഭാഷയാണെന്ന് എനിക്ക് തോന്നിയത് പലപ്പോഴും. റിയലിസം ഒരു ആൺഭാഷയാണ്. ടി കെ പത്മിനി അതുകൊണ്ടാണ് അത് അവോയ്ഡ് ചെയ്തത്, മനഃപൂർവ്വം തിയറി ചെയ്തിട്ട് അവോയ്ഡ് ചെയ്തതാവില്ല. ടി കെ പത്മിനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആക്സസിബിൾ ആയിരുന്നു രവിവർമ്മയുടെ റിയലിസവും കെ സി എസ് പണിക്കരുടെ മെറ്റഫോറിക് വേർഡ്സ് ആൻഡ് സിംബൽസ് പോലെയുള്ള മെറ്റഫോറിക് ലാംഗ്വേജ്. ഇത് രണ്ടും അവർ ഉപയോഗിച്ചില്ലല്ലോ. എന്നാൽ മദ്രാസ് സ്കൂളല്ലേ പത്മിനിയെ രൂപപ്പെടുത്തിയത്? എല്ലാ ആണുങ്ങളും ചോദിക്കാറാണ്, എല്ലാവർക്കും അങ്ങനെ മനസ്സിലാവാറുണ്ട്. ഞാനിത് പറയുമ്പോൾ പലപ്പോഴും ടി കെ പത്മിനി മദ്രാസ് സ്കൂളിന്റെ ഭാഗമായിരുന്നു, അല്ലായിരുന്നു. അവരുടെ ഉള്ളിലെ അനാർക്കിയെ ഇപ്പോഴും വിശദീകരിച്ചിട്ടില്ല. അപ്പൊ ഇതെന്തുകൊണ്ടാണ് സ്ത്രീകൾ കണ്ടപ്പോൾ അതിന്റെ കലാഭാഷയ്ക്ക് തന്നെ അതിന്റെ വർഗനിലയെ എങ്ങനെയാണ് അവരുടെ എക്സ്ക്ലൂഷനിലൂടെ അവർ സൂചിപ്പിച്ചത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എന്തായാലും ഇത്തരത്തിൽ വർഗനില, വർഗസമരം എന്ന സംഗതിയെ ഇതുപോലെ സാമ്പത്തികതകളുടെ പലതരം ലെയറുകളായി കാണുകയും അവസാനം ഇതെല്ലാ ലെയറും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന സ്ട്രക്ചറിന്റെ ഒരു ടീച്ചറുമായിട്ട് വർഗനിലയുടെ ഒരു പാട് മാർക്ക് നിലപാടല്ല, നിലപാട് ഭയങ്കര എളുപ്പമാണ്. ആ നിലയുടെ ഒരു പാട് ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ആൾക്കാർ എളുപ്പമല്ല. നമ്മൾ പറയും പൊട്ടുകുത്തിയാൽ സവർണിയായി എന്നൊക്കെ പണ്ടൊരു കാലത്ത് കൂട്ടുകാരൻ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സ്ത്രീ ആയിരുന്ന ചില സൂചകങ്ങളാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷെ ഇതൊന്നും ഒന്നുമല്ല. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഉള്ളിൽ പലതരത്തിൽ പുറത്ത് കാണാതെയും അദൃശ്യമായിട്ടും കിടക്കുന്ന, എന്നാൽ സൂക്ഷിച്ചു നോക്കിയാൽ കൃത്യമായി കാണാവുന്ന ഈ സ്വാധികാര ഇച്ഛയുടെ ഭാഗമായി നമ്മൾ പുറത്ത് കാണിക്കുന്ന വർഗനിലകളുണ്ട്. ആ വർഗനിലകളെ സ്വതന്ത്രമായും സ്വച്ഛമായും ആവിഷ്കരിക്കുകയും പഠിക്കുകയും പരസ്പരം കണ്ടെത്തുകയും ചെയ്യാൻ സാധിച്ചാൽ ഒരുപക്ഷെ ഇന്ത്യ ആ രീതിയിൽ വീണ്ടെടുക്കപ്പെടും. അത് ഇന്ത്യ ഒരു നേഷൻ ബിൽഡിംഗിന്റെ രൂപത്തിലായിട്ടില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ത്യയുടെ രാഷ്ട്ര നില എന്ന് പറയുന്ന നില ഒന്നും ഇനി വേണോ, ഇങ്ങനെ തന്നെ വേണോ, തുടരണോ, അത് കവർ ചെയ്യണോ, അതൊന്നും എനിക്ക് സംശയമാണ്. അങ്ങനെ ഒരു 20-ാം നൂറ്റാണ്ടിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമൊന്നും അല്ലല്ലോ നമ്മൾ നടത്തുന്നത്. മറിച്ച് ഇത് ജീവിക്കാനുള്ള ഒരു പ്രത്യേക മേഖലയിലെ പണ്ടത്തെ ഇന്ത്യയെ കുറിച്ചുള്ള ഹിന്ദു മേഖലയിലെ ജനങ്ങൾ എന്ന ആശയത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റിയാൽ അതെങ്ങനെയെന്ന് വിശദീകരിക്കുന്നതല്ല, മറിച്ച് അതെങ്ങനെയെന്ന് അവരുടെ നേരത്തെ പറഞ്ഞ പോലെ വർഗനില, അവരുടെ നിലയിൽ അകത്തുള്ള ധാരാളം ലെയറുകൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയാൽ ഒരുപക്ഷെ നമുക്ക് ഈ ഒരു പുതിയ
രീതിയിൽ ഇന്ത്യയെ മനസ്സിലാക്കാൻ പറ്റും, അഥവാ ഈ മേഖലയിലെ മനുഷ്യ ജീവിതത്തെ, മനുഷ്യവാസത്തെ മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും രാജീവമാഷിന്റെ പുസ്തകത്തിലൊക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്നു. ഞാൻ സത്യം പറഞ്ഞ തത്വചിന്തയുടെ മേഖലയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന മേഖലകളിലൊന്നും പ്രഗത്ഭയൊന്നും അല്ല. പക്ഷെ എനിക്കാവുന്ന